വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. ഭഗവാൻ വേദവ്യാസൻ മുതൽ ആദിശങ്കരാചാര്യർ വരെയുള്ള എല്ലാ സദ്ഗുരുക്കന്മാരുടെയും തീർത്ഥ പരമ്പരയിലെ സ്വാമി നാരായണ തീർത്ഥ മുഖർജി, സ്വാമി ഗംഗാധർ പരമഹംസ, സ്വാമി പുരുഷോത്തമ തീർത്ഥ, മാതാജി ശാന്താദേവി എന്നിവരുടെയും ഭൂമാനന്ദ സ്വാമിജിയുടെയും പാതാരവിന്ദങ്ങളിൽ ആദ്യമായി നമസ്കരിക്കട്ടെ. ഇവിടെ ഈ 1:30 മണി മുതൽ 2:45 മണി വരെയുള്ള 1.25 മണിക്കൂർ സമയത്തിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് 3 പദങ്ങളാണ്. സാധാരണയായിട്ട് ഈ സത്രങ്ങളിലും ഈ സപ്താഹങ്ങളിലും സത്സംഗങ്ങളിലുമെല്ലാം പങ്കെടുക്കുന്ന ആളുകൾക്ക് സുപരിചിതങ്ങളായ 3 പദങ്ങൾ. 1 ഭക്തി, 2 ജ്ഞാനം, 3 വൈരാഗ്യം. ഇത് കേട്ട് 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 മടുത്തവരാണ് നമ്മളെല്ലാവരും എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പരിസരബോധമുള്ളത് കൊണ്ട് ഈ സമയത്ത് 1:30 മണി സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഉറങ്ങണം അല്ലെങ്കിൽ ഒന്ന് കിടക്കണം എന്നുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്നവരിൽ ഭൂരിപക്ഷവും. ഞാനും ഉണ്ട് കേട്ടോ അതിൽ. എന്നാലും നമുക്ക് പറയേണ്ടത് പറയണമല്ലോ. ആദ്യമായിട്ട് ഈ ഭക്തിയെക്കുറിച്ച് എനിക്കൊരു കഥയാണ് പറയാനുള്ളത് കേട്ടോ. മിക്കവർക്കും എല്ലാവർക്കും തന്നെ അറിയാവുന്ന കഥയായിരിക്കും അത്. ഭക്തി എന്ന് പറയുന്നത് പരമസുന്ദരിയും ചെറുപ്പക്കാരിയുമായ ഒരു സ്ത്രീയാണത്രേ. അറിഞ്ഞൂടെ അത്? അങ്ങനെ കഥയുണ്ടല്ലോ. ആ സുന്ദരിയായ സ്ത്രീക്ക് 2 ഓമന കുഞ്ഞുങ്ങൾ, 2 ആൺകുട്ടികൾ. ഒന്ന് ജ്ഞാനം, മറ്റേത് വൈരാഗ്യം. ജ്ഞാനത്തിനെ കയ്യിലും പിടിച്ച് വൈരാഗ്യത്തിനും ഒക്കത്തും എടുത്തിട്ട്, അതായത് വൈരാഗ്യമാണ് ഏറ്റവും ചെറുത്, ഒക്കത്തും എടുത്തിട്ട് ഈ ഭക്തി ഇങ്ങനെ തെണ്ടുക അത്രേ. ഞാൻ വായിച്ച കഥയിലാണ് കേട്ടോ. അങ്ങനെ തെണ്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഭക്തി, ഇവൾ എന്തിനാ ഈ തെണ്ടണത്? എനിക്കിങ്ങനെ കഥ വായിച്ചുകൊണ്ടേ പോകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കേ, ഇതെന്തിനാ ഇത്ര സുന്ദരിയും ചെറുപ്പക്കാരിയുമായ ഈ സ്ത്രീ? സുന്ദരിയും ചെറുപ്പക്കാരിയും ഭക്തി മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ 2 കണ്ടറയ്ക്കും, മൂക്കൊലിച്ചിട്ടും കണ്ണു പഴുത്തിട്ടും മേല് ചൊറി പിടിച്ചിട്ടും ഒരാരോഗ്യമില്ലാത്ത എപ്പോഴാ ചാവുക എന്നറിയാത്ത രീതിയിലുള്ള 2 കുട്ടികൾ. അവറ്റെയും കൊണ്ട് ഇങ്ങനെ അലയാത്രേ. ഞാൻ ആ കഥ കൂടുതൽ കുറേ നേരം വായിച്ചു നോക്കി. ഒരു ദിക്കിൽ പോലും ഇവരുടെ അച്ഛൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ആലോചിച്ചു, ഇതെന്തത് ഇങ്ങനെ? അതിസുന്ദരിയായ ഒരു സ്ത്രീ, ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവളെ സംരക്ഷിക്കുമല്ലോ. അല്ലെങ്കിൽ സംരക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ചോദിക്കാമല്ലോ, എന്താ ഇങ്ങനെ ഈ സ്ത്രീയെ ഇങ്ങനെ 2 കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ അലയാൻ വിട്ടതെന്ന് ചോദിക്കാമല്ലോ. എവിടെ? കഥ അവസാനിക്കുന്നത് വരേക്കും ഭക്തിയുടെ ഭർത്താവിനെ പറ്റി യാതൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ ആ കഥയിൽ നിന്ന് ഭക്തി ഇല്ലെങ്കിൽ ജ്ഞാനവുമില്ല, വൈരാഗ്യവുമില്ല. അത് തന്നെ. ഭക്തി ഉണ്ട് ഇത്തിരി ചെറുപ്പക്കാരിയായിട്ട്, ജ്ഞാനവും വൈരാഗ്യവും ചാവാറായിട്ട് നിൽക്കുകയാണ്. അത് വളരെ വേഗം പൊയ്ക്കോളും എന്നുള്ള തരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവുമാണെന്ന് ഇവിടെ എപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ ഭക്തി മാത്രം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പാവം, ഈ ജ്ഞാനവും വൈരാഗ്യവും മരിച്ചു പോയാൽ താൻ പ്രസവിച്ച 2 കുഞ്ഞുങ്ങളും മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരമ്മയ്ക്ക് അതിനേക്കാളും വലിയ ദുഃഖം വേറെ ഇല്ല. പിന്നെ ആ അമ്മ ജീവിച്ചിരുന്നിട്ടും പ്രയോജനമില്ല. അങ്ങനെ ആവൂലോ. അപ്പോഴാണ് എനിക്കൊരു തോന്നൽ വന്നത്, ഒരു പക്ഷേ ഭഗവാനായിരിക്കുമോ ഈ ഭക്തിയുടെ ഭർത്താവ്? നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച് എല്ലാവരെയും സ്ഥിതിയിൽ നിർത്തി എല്ലാവരെയും പരിപാലിക്കണ ഭഗവാനായിരിക്കണം ഈ ഭക്തിയുടെ ഭർത്താവ് എന്ന് തോന്നി. അത് വെച്ച് ആലോചിച്ച് നോക്കിയപ്പോൾ ഏതാണ്ട് ശരി പോലെ തോന്നി. നിശ്ചയമില്ലേ, എനിക്ക് വലിയ വിവരമുള്ള ആളൊന്നും അല്ല. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഭക്തി 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഭഗവാനെ അന്വേഷിച്ച് നടക്കുകയായിരിക്കണം.
അതവിടെ പോട്ടെ കേട്ടോ, അതങ്ങനെ പോട്ടെ. ഇനി ഈ ഭഗവാൻ എന്ന് പറഞ്ഞുല്ലോ, അങ്ങോരാരാ, അദ്ദേഹം ആരാ? അല്ലെങ്കിൽ മൂപ്പരുടെ എങ്ങനെയാ? നമ്മളാണെങ്കിൽ ചിലർ പറയണു ഭഗവാനേ ഗുരുവായൂരപ്പാന്ന്, ചിലർ പറയണു ഭഗവാനേ വൈക്കത്തപ്പാന്ന്, വേറെ ചിലർ പറയണു ഭഗവാനേ വടക്കുന്നാഥാന്ന്. അപ്പോൾ ഇതിലാരാണ് ഭഗവാൻ? നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ID കാർഡ് നോക്കി അറിയാലോ. ID കാർഡിൽ പേരുണ്ട്, പ്രായമുണ്ട്, എവിടെ ജനിച്ചതാണെന്നുള്ളതുണ്ട്, പിന്നെ മാത്രമല്ല എന്താ ഉദ്യോഗം എന്നുള്ളതുണ്ട്, സർവ്വതും അറിയാമല്ലോ. അപ്പോൾ ID കാർഡ് നോക്കി തന്നെ ആരാണ് ഈ ഭഗവാൻ? ഭഗവാൻ ID കാർഡെന്ന് പറഞ്ഞാൽ കാർഡായിട്ടല്ല കേട്ടോ, അത് ഉപനിഷത്തുക്കൾ, വേദങ്ങൾ, പുരാണങ്ങൾ, പല ഗ്രന്ഥങ്ങളും അതിലെല്ലാം ഈ ഭഗവാൻ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊട്ട് കേട്ടിട്ടുമുണ്ട്. പക്ഷെ കേട്ടിട്ടുണ്ടെങ്കിലും അത് ഉള്ളിലേക്ക് തറച്ചിട്ടില്ല കേട്ടോ, ഇന്ന് വരെയും തറച്ചിട്ടില്ല. കേട്ടേക്കണത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്. ഈ ജഗത്ത് മുഴുവൻ അങ്ങവരുടെ ഉദ്യോഗം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ജഗത്ത് മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച് ഉപസംഹരിക്കുക എന്നുള്ളതാണ്. അനുഗ്രഹ നിഗ്രഹ ശേഷികളുണ്ട് ഈ ഭഗവാന്. ഇതൊക്കെ അറിഞ്ഞുകൂടാത്തവരാരും ഇവിടെ ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ വേറെ ഒരു വീക്ഷണകോണിൽ കൂടി നോക്കേണ്ടത് ആവശ്യമാണ്. ഈ ഭഗവാൻ ഭഗവാൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ശംഖചക്ര ഗദാധാരിയോ അങ്ങനെയുള്ള ഒരു രൂപമല്ല. കാരണം നാമരൂപവിവർജിതം എന്ന് പ്രമാണത്തിലുണ്ട്. ID കാർഡിൽ പറഞ്ഞിട്ടുണ്ട് നാമവുമില്ല രൂപവുമില്ല എന്ന്. അപ്പം ഈ പറഞ്ഞവരാരും നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഭഗവാനല്ല. ഈ ഭഗവാന്മാരെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാട്ടോ. ഇവിടെ ഞാൻ പറയാൻ പോണത് നമ്മളെ സൃഷ്ടിച്ച ഭഗവാനെയാണ്. നമ്മൾ സൃഷ്ടിച്ച ഭഗവാന്മാരെ പറ്റിയല്ല, നമ്മളെ സൃഷ്ടിച്ച ഭഗവാനെക്കുറിച്ച്. നമ്മൾ സൃഷ്ടിച്ച ഭഗവാന്മാർ മോശക്കാരല്ല കേട്ടോ. അവരിലൂടെ മാത്രമേ നമുക്ക് നമ്മളെ സൃഷ്ടിച്ച ഭഗവാനിൽ എത്താൻ പറ്റുള്ളൂ. അപ്പം ഞാനിതിന് വിമർശിച്ച് പറയാമെന്ന് വിചാരിക്കരുത്. നമ്മളെ സൃഷ്ടിച്ച ഭഗവാന് അദ്ദേഹം ഒരു ശക്തിയാണ്, ഒരു ഊർജം, ജോലി ചെയ്യാൻ എന്തും ചെയ്യാനുള്ള കഴിവുള്ള ഒരു ശക്തി. ഇംഗ്ലീഷുകാർ പറയും എനർജി എന്ന് പറയും. എനർജി, ഊർജം. അതിനെക്കുറിച്ച് അവർ നിർവചിച്ചിരിക്കുന്നത് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഈ എനർജി, ഊർജത്തിനെ സൃഷ്ടിക്കാനും സാധിക്കില്ല, നശിപ്പിക്കാനും സാധിക്കില്ല. ഒരു 10,000 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന എനർജി തന്നെ ഇപ്പോഴുമുണ്ട്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ടോട്ടൽ എനർജി ഇൻ ദിസ് യൂണിവേഴ്സ് ഈസ് എ കോൺസ്റ്റന്റ്, സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ്. ആ ഊർജത്തിനെ പെറ്റുപെരുക്കാനോ കൊന്ന് ഒടുക്കാനോ സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു ശക്തിയാണ് ഈ എനർജി എന്ന് പറയുന്നത്. ബട്ട് വി ക്യാൻ ഡു വൺ തിങ്, വി ക്യാൻ കൺവേർട്ട് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ ഫോം ഇഫ് വി ഗിവ് നെയിം ആൻഡ് ഫോം. ലൈക്ക് മെക്കാനിക്കൽ എനർജി, ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, ഇലക്ട്രിക്കൽ എനർജി, ഇങ്ങനെ പല ജാതി ഊർജങ്ങളാക്കി നമ്മൾ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രൂപത്തിലുള്ള ഊർജത്തിനെ മറ്റൊരു രൂപത്തിലേക്കാക്കി മാറ്റാൻ ഈ മനുഷ്യന്മാർക്ക് സാധിക്കും. അല്ലാതെ ഈ ലോകത്തിലുള്ള ഒറ്റ മനുഷ്യനും ഈ ഊർജത്തിനെ അല്പം പോലും, ഒരു തരി പോലും വർദ്ധിപ്പിക്കാനോ ഒരു തരി പോലും നശിപ്പിക്കാനോ സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു ഊർജമാണ് ഭഗവാൻ. ഇതിന് പ്രമാണമുണ്ട് കേട്ടോ, ഞാൻ വെറുതെ പറയണല്ല. ഈ ശിവപ്രിയ ഇവിടെ ഇരുന്നുകൊണ്ട് എന്തു പറഞ്ഞാലും വില പോവില്ല. വേണ്ടി വന്നാൽ ദേഷ്യം വന്നാൽ നിങ്ങൾ കല്ലെറിയും, വേണ്ടാതനം പറഞ്ഞൊന്നും പറഞ്ഞ്. അതുകൊണ്ട് എനിക്ക് നല്ല പരിസരബോധമുള്ളത് കൊണ്ട് പ്രമാണമല്ലാത്തതൊന്നും പറയില്ല കേട്ടോ. എവിടെയാ പ്രമാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈശ്വരൻ എവിടെയാണ് അയാളുടെ വീട്, അഡ്രസ് ആദ്യം നോക്കാം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്. എല്ലാ ഭൂതങ്ങളുടെയും ഹൃദ്ദേശത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വിചാരിക്കും ഭൂതം, പ്രേതം, പിശാചോ, ഒടിയൻ എന്നൊക്കെ പറയുന്നത്. അതൊന്നുമല്ല. ഭൂതം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭവിച്ചതല്ല. ഇവിടെ എന്തെല്ലാം ഭവിച്ചിട്ട് എന്തെല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഭൂതങ്ങൾ തന്നെ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ഉള്ളിലും ഉണ്ട്. പൂച്ചി, പുഴു, പിന്നെ ജന്തുക്കൾ, വൃക്ഷങ്ങൾ, ചെടികൾ, സർവ്വ ഏകകോശ ജീവികൾ എല്ലാറ്റിലും ഈ ഈശ്വരനുണ്ട്. അങ്ങനെ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശ അർജുന തിഷ്ഠതി എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനോട് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല,
ഉപനിഷത്തുകളിലേക്ക് പോയാൽ ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്, ഒന്നാമത്തെ മന്ത്രത്തിലെ പകുതി ഭാഗം. അപ്പോൾ ഈ ജഗത്ത് മുഴുവനും, ജഗത്തിലുള്ള എല്ലാ വസ്തുക്കളും ഈശനാൽ ആവശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം എല്ലാത്തിൻ്റെയും ഉള്ളിലുണ്ട്. അതും പോരെങ്കിൽ ഇനി ഒന്ന് രണ്ടെണ്ണം കൂടി പറയാം. ഏത്? തദേജതി തന്നേജതി തദ്ദൂരേ തദ്വന്തികേ തദന്തരസ്യ സർവസ്യ തതു സർവസ്യാസ്യ ബാഹ്യതഃ. അതും ഒരു ഉപനിഷത് മന്ത്രമാണ്. തദേജതി അത് ഇളകണുണ്ട് അത്രേ. തന്നേജതി അത് ഇളകണില്ല. തദ്ദൂരേ അതെവിടെയോ ദൂരെയാണ്. തദ്വ അന്തികേ അത് നമ്മുടെ അടുത്താണ്. തത് അന്തരസ്യ സർവസ്യ അതെല്ലാറ്റിൻ്റെയും ഉള്ളിലാണ്. തതു സർവസ്യാസ്യ ബാഹ്യത അതെല്ലാത്തിൻ്റെയും പുറമെയാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കിറുക്ക് പിടിച്ചതുപോലെ. ഇതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സർവവ്യാപിയാണ് ഈ ഈശ്വരൻ, അല്ലെങ്കിൽ ഭഗവാൻ, അല്ലെങ്കിൽ ബ്രഹ്മം, അല്ലെങ്കിൽ ആത്മാ എന്നെല്ലാം പറയുന്ന ഈ ശക്തി സർവവ്യാപിയാണ്. അത് സർവശക്തനാണ്. ആട്ടെ, ഇനി മൂപ്പരുടെ ഉദ്യോഗം എന്താണെന്ന് നോക്കാം. ഉദ്യോഗം ഉണ്ടാവുമല്ലോ ID കാർഡിൽ, എന്ത് ഉദ്യോഗമാണെന്നോ അല്ലെങ്കിൽ ആയിരുന്നു എന്നുള്ളത്. മൂപ്പരുടെ ഉദ്യോഗം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ജഗത്തിനെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് ഉപസംഹരിക്കുക. എളുപ്പമുള്ള കാര്യമല്ല. നമ്മളൊരു ചെറിയ വീട് വെക്കുമ്പോഴേക്കും നമ്മളുടെ ഇത് മുഴുവൻ കാണപ്പെടുന്ന ജഗത്തിനെ മുഴുവനും സൃഷ്ടിക്കുക. ആ ജഗത്തെ ചെയ്യിക്കുന്ന വീടുകൾ മനുഷ്യന്മാർ മാത്രമല്ലല്ലോ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അത് ഇത് സമുദ്രങ്ങൾ എന്തൊക്കെയുണ്ട് ജഗത്തിൽ. അതിനെ മുഴുവനും സൃഷ്ടിച്ച്, അതിനെ മുഴുവനും പരിപാലിച്ച്, അതിനെ മുഴുവനും ഉപസംഹരിക്കുന്ന ശക്തിയാണ് ഭഗവാൻ. ഇത് നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളാട്ടോ. ചുമ്മാ പോയിട്ട് ഗുരുവായൂരപ്പ, തൃപ്പൂണിത്തുറപ്പ, ദേവി ദേവിയെ ഭഗവാനെ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. ഈ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. അതെങ്ങനെയാ ഈ ശക്തി എങ്ങനെയാ ഉണ്ടായേ എന്നത് ഇവിടെ പറഞ്ഞു. ഇവിടെ 2 ദിവസം മുമ്പ് ഇവിടെ ഒരു പ്രവക്താവ് വന്ന് ഭംഗിയായിട്ട് പറഞ്ഞു സൃഷ്ടിയെക്കുറിച്ച്. അത്രയ്ക്കൊന്നും ഭംഗിയായിട്ട് പറയാൻ എനിക്കറിയില്ലെങ്കിലും ഞാൻ പറഞ്ഞു തരാം സൃഷ്ടി എങ്ങനെയാ ഉണ്ടായെന്ന്. ഈ ഭഗവാനുണ്ടല്ലോ ഒരു തീക്കട്ട പോലെയാണ്. വലിയൊരു തീക്കട്ട, അങ്ങേ അറ്റത്തെ ശക്തിയുള്ള ഒരു തീക്കട്ട. ഒരു തീക്കട്ടയെ നമ്മൾ ഫൂ എന്ന് പറഞ്ഞ് ഊതിയാൽ, അല്ലെങ്കിൽ അതിനെ ഒന്ന് ഇളകിയാൽ നിറയെ തീപ്പൊരി വരും അല്ലേ? അതുപോലെ ഈ നമ്മുടെ ഭഗവാൻ ഉണ്ടല്ലോ, ആദ്യം ഇങ്ങനെ വലിയൊരു തീക്കട്ടയാണ്. ആ എനർജിയെയാണ് വിച്ച് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞു വെച്ചേക്കണത്. അത് ഓർക്കണം കേട്ടോ. ആ ശക്തിക്ക് ഇങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നിയത്രേ, ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കാണല്ലോ, എനിക്ക് പലതാകണം എന്നുള്ള ഒരാഗ്രഹം വന്നു. നമ്മളാണെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒന്ന് 4 പേരുടെ നടുക്ക് പോകണമെന്ന് തോന്നാറില്ലേ? ഞാൻ സത്യമായിട്ട് ആശ്രമത്തിലേക്ക് വന്നത് ഞാൻ എൻ്റെ കുടുംബത്തിൽ ഒറ്റയായിട്ട് തീർന്നു. അപ്പം എനിക്ക് തോന്നി ഇങ്ങനെ ഇരിക്കുന്നേക്കാളും ഭേദം ഏതെങ്കിലും ആശ്രമത്തിൽ വന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞായിരുന്നു വന്നത്. അതുപോലെ ആയിരിക്കണം. ഭഗവാൻ ഒറ്റയ്ക്കായപ്പോൾ എനിക്ക് പലതാകണമെന്ന് തോന്നി, എനിക്ക് കളിക്കണമെന്ന് തോന്നി. കളിക്കാൻ കളിപ്പാട്ടമൊന്നുമില്ല. എന്ന സർവശക്തന് കളിക്കാൻ കളിപ്പാട്ടം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? യാതൊരു പ്രയാസവും ഇല്ല. ഒന്ന് ഇളകിയത്രേ, ഭഗവാൻ ഒന്ന് ഇളകി നിറയെ തീപ്പൊരികൾ. അതില് മനുഷ്യന്മാർ ഓരോരുത്തരുടെയും ഉള്ളിൽ ഓരോ തീപ്പൊരി. കോഴികളെ ഉണ്ടാക്കി, പടക്കോഴി, പൂവൻകോഴി, അതിലോരോ തീപ്പൊരി. പശുക്കളെയും കാളകളെ ഉണ്ടാക്കി, അതിലോരോരോ തീപ്പൊരി. അതുപോലെ തന്നെ ചെടികള്, പൂക്കള്, പുഴുക്കള്, പൂച്ചികള് എന്തെല്ലാം ഈ ജഗത്തിലുണ്ടോ അതിനെ ഈ ഓരോ തീപ്പൊരിയെ ഈരണ്ടാക്കിയിട്ടാണ്, ജോഡിയാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഒന്നും നമുക്കറിയാൻ പാടില്ല. ഞാനൊരു പുസ്തകത്തിലും വായിച്ചിട്ടില്ല. ഞാനിങ്ങനെ ആലോചിച്ച് ഉണ്ടാക്കണതാട്ടോ ഇത്. എന്നാലും പ്രമാണമുണ്ടേ. അപ്പോൾ ഇതിങ്ങനെ ജഗത്തിനെ സൃഷ്ടിച്ചു. സൂര്യനെ, ചന്ദ്രനെയൊക്കെ സൃഷ്ടിച്ചിട്ട് ഓരോന്നിനും ചുമതല, ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം ഇതാണ് കേട്ടോ. നമ്മൾ ചുമ്മാ എന്തെങ്കിലും നമുക്ക് സങ്കടം വരുമ്പോൾ ഭഗവാനേ എന്ന് പറഞ്ഞ് കരഞ്ഞാൽ മാത്രം പോരാ. നമുക്ക് ചുമതല തന്നിട്ടുണ്ട്. ആ തന്നേക്കണം ചുമതലയിൽ ജന്തുക്കൾക്കും പൂച്ചകൾക്കും പുഴുക്കൾക്കും എല്ലാം അതിൻ്റെ ചുമതല കൊടുത്തിട്ടുണ്ട്. അവറ്റെയൊക്കെ വളരെ ഭയഭക്തിപൂർവ്വം, ഇത്രയും വലിയ ശക്തിയല്ലേ, ആ ശക്തിക്ക് ദേഷ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി അവരെല്ലാം അവരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ ചുമതല ചെയ്യുന്നുണ്ട്. ചെയ്യാത്ത ഒരേ ഒരു ജന്തു ഉണ്ടെങ്കിൽ മനുഷ്യൻ മാത്രം. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ആവാന്നൊക്കെ. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതിന് പ്രമാണം എന്താ? അഗ്നിയോട് ഭഗവാൻ പറഞ്ഞു, നീ
നിന്നെ തൊടുന്നവരെ എല്ലാവരെയും ഞാൻ പൊള്ളിക്കണം. സൂര്യനോട് പറഞ്ഞു, നീ ദിവസവും രാവിലെ സൂര്യപ്രകാശവും ചൂടും കൊടുത്തോളണം, നട്ടുച്ചയാവുമ്പോൾ അങ്ങേ അറ്റത്തെത്തിച്ചോളണം, വൈകുന്നേരം ആവുമ്പോൾ ഉപസംഹരിച്ചോളണം. ചന്ദ്രനോട് പറഞ്ഞു, വൈകുന്നേരം ആവുമ്പോൾ നീ തുടങ്ങിക്കോളാം. അതുപോലെ ഓരോ ഗോളങ്ങൾക്കും കൊടുത്തു, എല്ലാത്തിനും ഡ്യൂട്ടി കൊടുത്തു. എല്ലാവരും മൃത്യുദേവനും ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അറിയാമോ നിങ്ങൾക്ക്? മൃത്യുദേവനോട്, മൃത്യുദേവ ഇന്നേ ദിവസം പറഞ്ഞ പേടിയാവും നിങ്ങൾക്ക്, ഇന്ന സമയത്ത് ഇന്ന നിമിഷത്തിൽ ഇന്നയാളെ കൊന്നോളണം, ഇന്ന സമയത്ത്. അതേപോലെ അത് കഴിഞ്ഞ് അടുത്ത സെക്കൻഡിൽ മോളിൽ കൂടി പറക്കണം, വിമാനത്തിന് ചോട്ടിലേക്ക് തള്ളിയിട്ട് 15 പേരെ ഒരുമിച്ച് കൊല്ലണം. അത് കഴിഞ്ഞ് പിന്നെ ഉടനെ തന്നെ വേറെ ഒരാളെ കൊല്ലണം. ഇങ്ങനെ മൃത്യുദേവനും കൊടുത്തിട്ടുണ്ട്. ഇതിന് പ്രമാണമുണ്ട് കേട്ടോ. ഭയാദഗ്നിസ്തപതി ഭയാതപതി സൂര്യ ഭയാദിന്ദ്രശ്ച വായുശ്ച മൃത്യുർധാവതി പഞ്ചമാ. മൃത്യുദേവനാണ് ഓടണത്, 5ാമത്തെ ആള്. ഭയാത് അഗ്നിസ്തപതി. അഗ്നി ചൂടായില്ലെങ്കിലേ ഭഗവാൻ വെറുതെ വിടുമൊന്നുമില്ല അഗ്നിയെ. അഗ്നിക്ക് പേടിയുണ്ട്, അതുകൊണ്ട് അത് തൊട്ട പൊള്ളും, നമ്മളെ പൊള്ളിക്കും. സൂര്യൻ അതുപോലെ തന്നെ ഒരു ദിവസം പോലെ ഇനി അഥവാ കാർമേഘം വന്ന് മൂടുകയാണെങ്കിൽ ഇന്ദ്രനും വായുവിനും ഒക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇന്നോണം ചെയ്യണമെന്ന്. അവരത് ചെയ്യുമ്പോൾ സൂര്യൻ ബിംബം മറഞ്ഞു പോയി എന്ന് വരും കുറച്ച് നേരത്തേക്ക്, അല്ലാതെ സൂര്യൻ പ്രകാശിക്കാതിരിക്കില്ല. ഇന്ദ്രനാണെങ്കിലോ എടവപ്പാതി വരേണ്ട താമസം മഴ പെയ്ച്ചു. നമ്മുടെ നാട്ടിലെ കാര്യം, അന്യനാട്ടിലെ കാര്യം വേറെ കേട്ടോ. അത് അവിടെ പറഞ്ഞേക്കണതനുസരിച്ച് എങ്ങനെ എന്തു വേണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ അത് പ്രകാരം ഇവരെല്ലാവരും ചെയ്തിട്ടുണ്ട്. ഈ മനുഷ്യന്മാരുണ്ടല്ലോ, എന്തിനാ ഈ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ, നമുക്കൊരു ഡ്യൂട്ടി, പല ഡ്യൂട്ടികളും നിസ്സാരം തന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഡ്യൂട്ടി, എടോ മനുഷ്യ, നിനക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടി, നിന്റെ ഉള്ളിലുള്ള ആ ഒരു തീപ്പൊരി ഉണ്ടല്ലോ, കേൾക്കണ്ടോ, ശ്രദ്ധിക്കണ്ടോ നിങ്ങൾ? ആ തീപ്പൊരിയെ എന്നെ പോലെയുള്ള ഒരു തീക്കട്ടയാക്കി മാറ്റണം. ഈ നമ്മുടെ ഉള്ളിലുള്ളതായ തീപ്പൊരിയെ നമ്മളുടെ ഈ പ്രാണൻ പോകുന്നതിന് മുന്നേ നമ്മൾ അതിനെ ഒരു വലിയ തീക്കട്ടയാക്കി മാറ്റണം. അതെങ്ങനെയാ ഒരു തീപ്പൊരിയെ തീക്കട്ടയാക്കി മാറ്റുക? ഒരു തീപ്പൊരിയിൽ ഒരു കഷ്ണം പഞ്ഞി വയ്ക്കുക, ഒരു തുള്ളി മണ്ണെണ്ണ ഒഴിക്കുക, അപ്പോൾ ഒന്നിങ്ങനെ കത്തും. അതിന് 4 ചുറ്റും കുറച്ച് പൊതിമടൽ വയ്ക്കുക, അപ്പോൾ ഒന്നുകൂടി കത്തും. അതിന് ചുറ്റും പൊതുമ്പ് വയ്ക്കുക. പൊതുമ്പ് വെച്ച് കഴിഞ്ഞ് ഒരുമാതിരി നല്ലോണം കത്തി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിരട്ട വയ്ക്കുക. ചിരട്ട വെച്ചാൽ നല്ല ഈ കനലായി തുടങ്ങും. അത് കഴിഞ്ഞാലോ അടിക്കഷ്ണങ്ങളോ എന്തോ വേണമെങ്കിലും വെച്ചോളൂ. എത്രത്തോളം വെക്കാൻ പറ്റുമോ അത്രത്തോളം വെച്ച്, എത്രത്തോളം നമുക്ക് വലുതാക്കാൻ പറ്റുമോ അത്രത്തോളം വലിയ തീക്കട്ടയാക്കി മാറ്റിയാൽ എന്താ ഉണ്ടാവുക എന്നറിയാമോ? അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ളത് തീക്കട്ടയായിക്കഴിഞ്ഞാൽ ഞാനും ആ ഭഗവാനും പറയൂ ഒന്നായി അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഫീലിംഗ് നമുക്കുണ്ടാവും. ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള വിചാരം നമുക്കുണ്ടാവും. നമ്മുടെ ഉള്ളിലുള്ള ഈ തീപ്പൊരിയെ വലിയൊരു നമ്മളാൽ ആവുന്നത്ര വലിയ തീക്കട്ടയാക്കി മാറ്റിയാൽ. ഇനി നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ ഈ തീപ്പൊരി, അതിനെയൊക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ വലുതാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തത്വമസി, അത് നീ തന്നെ. ഇതൊക്കെ മഹാവാക്യങ്ങളാകട്ടോ, മഹാവാക്യങ്ങളാണ് നമ്മൾ പറയണത്. ഇത്രയേ ഉള്ളൂ കാര്യം. ആ തീക്കട്ട പോലെ നിന്റെ ഉള്ളിലെ ഈ തീപ്പൊരി ഉണ്ടല്ലോ, അത് കട്ടയായാൽ വലിയൊരു തീക്കനലായാൽ തത്വമസി, അത് നീ തന്നെ. ആ കട്ടൻ നീ തന്നെ, ആ തീക്കട്ട ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ ഞാനും നീയും ഒന്ന്. അതുപോലെ ഇവിടെയുള്ള എല്ലാ ആളുകളുടെയും ഉള്ളിലുള്ള തീപ്പൊരി തീക്കനലായിട്ട് മാറിയാൽ എല്ലാവരും സർവം ഖൽവിദം ബ്രഹ്മ. ഇതെവിടേക്ക് എഴുതി വെച്ചിട്ടുണ്ട് മഹാവാക്യങ്ങള്. നമ്മളിതിങ്ങനെ എന്താന്ന് വിചാരിക്കും, വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവൂല. പ്രവക്താക്കൾ വന്ന് എങ്ങനെ പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തത്വമസി, അഹം ബ്രഹ്മാസ്മി, സർവം ഖലിതം ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, ശിവോഹം, സോഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. പട്ടിയുടെ കയ്യിൽ മുഴുവൻ തെങ്ങ കിട്ടിയതുപോലെ ഉള്ള കാര്യം ഞാൻ പറയാലോ. പട്ടിയുടെ കയ്യിൽ മുഴുവൻ തെങ്ങ കിട്ടിയാൽ അതിങ്ങനെ ഇട്ട് ഉരുട്ടി അതിനെ കടിക്കാൻ നോക്കും, കടിക്കാൻ പറ്റില്ല. അതിന് കൈ കൊണ്ട് കാലുകൊണ്ടൊക്കെ വെട്ടാൻ നോക്കും, മുറിയില്ല. ഇതൊക്കെ കിട്ടണമെങ്കിലേ ആനയുടെ കയ്യിൽ കിട്ടണം. മുഴുവൻ തേങ്ങ കിട്ടണമെങ്കിൽ ആനയുടെ കയ്യിൽ കിട്ടണം. അത് ഒരു കാലും കൊണ്ട് ഒരു ചവിട്ടി വായിലേക്കിട്ട് വരച്ചു തിന്നു, സുഖമായി. അപ്പം നമ്മളെ എല്ലാവരെയും ഞാൻ പട്ടിന്ന് വിളിച്ചില്ല കേട്ടോ.
ഞാൻ വിളിച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പട്ടികളെ പോലെ ഈ കയ്യിലിപ്പോൾ 11ാമത്തെ വർഷമാണ് ഇവിടുത്തെ ഈ ഇത് നടക്കുന്നത്. ആ 11ാമത്തെ വർഷമായിട്ടും ഈ തത്വമസി എന്ന് പറഞ്ഞാൽ എന്ത്, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളതൊന്നും നമുക്ക് ശരിക്കും അങ്ങനെ എനിക്ക് ഇപ്പോഴും ഞാൻ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനെ പറ്റിയിട്ടുള്ള വ്യക്തമായ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം, നമ്മൾ ആനകളായിട്ട് മാറണം. ഇപ്പം 11 കൊല്ലമായിട്ട് നമ്മൾ ആരായിരുന്നു അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് അത് ഈ നമ്മളുടെ ഭൂമാനന്ദ സ്വാമിജിയുടെയും ബാക്കിയുള്ള ആളുകളുടെ എല്ലാവരുടെയും പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ കുറേശ്ശെ നമ്മൾ മേപ്പോട്ടേക്ക് വരുന്നുണ്ട്. ഇനിയും നമ്മൾ മേപ്പോട്ടേക്ക് വരണം. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാണ്ടല്ലോ, നമ്മുടെ സബ്ജക്റ്റ് ഭക്തി, ജ്ഞാനം, വൈരാഗ്യമാണ്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതിനെ ഭഗവാനെ ഇവിടെ നിർത്താം. നമുക്ക് ഭഗവാനെ ഇവിടെ നിർത്തിയിട്ട് അങ്ങനെ ഇവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് ഈ ഭഗവാനെ ഞാൻ ഇത്രയും പറയാൻ കാരണം, ഭക്തിയുടെ ഭർത്താവ്, ഭക്തിയെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും വൈരാഗ്യത്തെക്കുറിച്ചും പറയുമ്പോൾ ഭക്തിയുടെ ഭർത്താവിനെ കുറിച്ച് പറയണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി ഇങ്ങനെ ഈ പോക്ക് പോണുണ്ടല്ലോ, ആ ഭക്തി പോണ പോക്ക് എങ്ങോട്ടേക്കാണെന്നറിയാമോ? ഭഗവാനെ തേടിയല്ലേ പോണത്. ഭഗവാനെ തേടി പോണത് മോക്ഷത്തിലേക്കാണ് സത്യമായിട്ടും പോണത്. മോക്ഷം അല്ലെങ്കിൽ മുക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ പിന്നെ നമ്മുടെ ഈ പ്രഭാഷണം നല്ല സുഖമായിട്ട് പോകും. എന്താണ് ഈ മുക്തി അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയണത്? ഈ മോക്ഷം എന്ന് പറയണത്, എപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള തീപ്പൊരി, ഞാൻ അത് തന്നെ പിടിക്കും കേട്ടോ, നമ്മുടെ ഉള്ളിലുള്ള തീപ്പൊരി എപ്പോൾ തീക്കട്ടയായിട്ട് മാറണോ അപ്പോൾ നമ്മൾ ഭഗവാനായി. അതാണ് വാസ്തവത്തിൽ മോക്ഷപ്രാപ്തി എന്ന് പറയണത്. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ 3 കൂട്ടരുണ്ട്, കുട്ടിയോള്, ചെറുപ്പക്കാര്, വയസ്സായവര്. നിങ്ങൾക്ക് എന്തു വേണം? ഒറ്റ വാക്കിൽ മറുപടി പറയണം കേട്ടോ. ഓരോരുത്തർ എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ അവിടെ ബഹളമയാവും. പിന്നെ സ്വാമിജി വന്ന് നിശബ്ദം പറയേണ്ടി വരും. അപ്പോൾ കൊച്ചു കുട്ടികളാണെങ്കിൽ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തലപോകിയൊന്നും വേണ്ട. ബാലസ്ഥാവത് ക്രീഡാസക്ത. കുട്ടികൾക്ക് കളിച്ചാൽ മതി. ഒരു ബലൂണോ അല്ലെങ്കിൽ ഒരു പന്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കിലികിലിപ്പിയോ എന്തെങ്കിലും കിട്ടിയാൽ അവർ കളിച്ചോളൂ, അവർക്ക് സന്തോഷമായി. പിന്നെ ആഹാരമൊക്കെ വേണമെന്നുള്ളത് എല്ലാവർക്കും വേണമല്ലോ. അത് വയസ്സായാലും വേണം, ചെറുപ്പക്കാർക്കും വേണം, കുട്ടികൾക്കും വേണം. കുട്ടികൾക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നത് അവർക്ക് എന്തെങ്കിലും കളിപ്പാട്ടം കിട്ടുമ്പോഴാണ്. ബാലസ്ഥാവ് ക്രീഡാസക്ത, ക്രീഡയിലാണ് അവർക്ക് കൂടുതൽ ആസക്തി. തരുണസ്ഥാവ് തരുണീസക്ത, ക്രീഡ കുറച്ച് മാറിയെന്നേ ഉള്ളൂ. കിലികിലിപ്പയും വെച്ചും പന്തും വെച്ചും കളിക്കില്ല. പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളെ വെച്ചും സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരെ വെച്ചും അവരുടേതായ ക്രീഡകൾ നടത്തും. വൃദ്ധസ്ഥാവത്, നമ്മളെപ്പോലെയുള്ള ആളുകൾ ചിന്താസക്ത, അവരിങ്ങനെ ആലോചിച്ചിരിക്കും. എന്താ ഇത്ര ആലോചിക്കാനുള്ളത്? അവരാലോചിക്കണത് ഞാൻ പറയാം. എനിക്ക് വയസ്സായി, ഗാത്രം സങ്കുചിതം, എൻ്റെ ശരീരം ചുളിഞ്ഞു പണ്ട് എങ്ങനെ ഇരുന്നിരുന്നതാ, ഇപ്പം ചുളിഞ്ഞു വന്നു തുടങ്ങി. ഇത്ര തടിയിരുന്നിരുന്നതാ, ഇപ്പം ചുളിഞ്ഞു ഇവിടം വരെയായി. ഇനി പ്രായം കൂടി ചെല്ലും തോറും ഗതിർവികളിതം, നടക്കാൻ വയ്യ, കാലം അങ്ങോട്ടും ഇങ്ങോട്ടും അത് നല്ലോണം തുടങ്ങിക്കഴിഞ്ഞു, നടക്കാൻ വയ്യ. പിന്നെയോ ഭ്രഷ്ടാചതെന്താവലി, പല്ലൊക്കെയും കൊഴിയും. അതായിട്ടില്ല കേട്ടോ. ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ നിറയെ പേരുണ്ടാവും. പിന്നെ പല്ലൊക്കെ പോയപ്പോൾ സാരമില്ല, നല്ല ഭംഗിയിൽ സെറ്റ് വെക്കാമല്ലോ. ദൃഷ്ടിർ നഷ്ടതി ബാധതേ ബധിരത, കണ്ണ് കാണുകയ്യ, ചെവി കേൾക്കുകയ്യ. വയസ്സായാലേ ഇങ്ങനെ ആവുമ്പോ എന്താണെന്ന് അറിയാമോ ഉണ്ടാവണത്? വക്രം ചെലാലായതം, വായിന്നിങ്ങനെ വെള്ളം ഒഴുകും. കുഞ്ഞു കുട്ടികളുടെ വായിന്ന് വെള്ളം ഒഴുകില്ലേ, അത് നമുക്ക് ഒരറപ്പും തോന്നില്ല. അതിനെ നമുക്ക് തേൻ പോലെയാണ് നമ്മൾ വിചാരിക്കുക. ഈ വയസ്സായ ആളുകൾ ചിലർക്ക് വളരെ വയസ്സായി കഴിഞ്ഞാൽ ഇങ്ങനെ വായിന്ന് വെള്ളം ഒഴുകുന്നത് കണ്ടാൽ തന്നെ നമുക്ക് അറയ്ക്കും. അങ്ങനെ കണ്ടാൽ അറക്കത്തക്ക രീതിയിലുള്ള സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ വയസ്സാവുമ്പോഴേ. എന്നിട്ടോ വാക്യം നോദ്രിയതേജ ബാന്ധവജനാഹ, ബന്ധുജനങ്ങൾ നമ്മൾ പറയണ ഒന്നും കേൾക്കില്ല. അതെ, അമ്മാമ്മ അവിടെ മിണ്ടാണ്ടിരുന്നാൽ മതി, കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങളതൊന്നും അന്വേഷിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് നമ്മളെ ഒതുക്കി നിർത്തും. കാരണം നമ്മൾ പറയുന്നതൊന്നും അവർക്ക് പറ്റില്ല. അപ്പം നമ്മൾ തഴയും. ഇതുണ്ടാവും തീർച്ച. അപ്പം നമുക്ക് വിഷമായിക്കൂടാ. എന്താ, അയ്യോ എന്നാലും ഞാൻ എങ്ങനെ പെറ്റി വളർത്തിയതാണ്, അങ്ങനെ ചെയ്തതാണ്, ഇങ്ങനെ ചെയ്തതാണ്, അവസാന കാലം വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞുല്ലോ അങ്ങനെ പറഞ്ഞുല്ലോ. ഒന്നും മിണ്ടണ്ട, അങ്ങനെ തന്നെ എല്ലാവരും പറയുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെയോ ഭാര്യ ശുശ്രൂഷതേ, ഭാര്യ ശുശ്രൂഷിക്കില്ല. കാരണം അവൾക്കും ആയേ പ്രായം.
ഇപ്പം ചെറുപ്പത്തിലൊക്കെ ശുശ്രൂഷിച്ചത് പോലെ നടന്നിരുന്നത് പോലെ നടക്കാൻ വയസ്സാം കാലത്ത് പറ്റില്ല. അവൾക്കും വയ്യ. രാത്രി ആയി എനിക്കിത്തിരി വെള്ളം, രാത്രിയിലെ ഉറക്കത്തിൽ നിന്ന് ഇത്തിരി വെള്ളം വേണമെന്ന് വെച്ചാൽ എണീറ്റ് വന്ന് വെള്ളം എടുത്ത് തരാനുള്ള ത്രാണി ഭാര്യയ്ക്കുമില്ല, അവൾക്കും വയസ്സാവുക ചെയ്യണത്. ഹാ കഷ്ടം പുരുഷസ്യ ജീർണ വയസ്സ പുത്രോപ്പി അമിത്രായതേ. ഭർതൃഹരി പറഞ്ഞതാട്ടോ ഇത്. അത് ശരി തന്നെയാ തോന്നണില്ലേ? ഇത് പറഞ്ഞത് ശരിയല്ലാന്ന് ചിലർക്കൊക്കെ തോന്നാം, അങ്ങനത്തെ ഒന്നും അല്ലാത്തവർക്ക് തോന്നാം. എന്നാലും അത് തോന്നേണ്ടതാണ്. നാട്ടു സമ്പ്രദായ പ്രകാരം ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. ഇതോർത്തിട്ടല്ലേ ഈ ചിന്ത. ബാലസ്ഥാവത് ക്രീഡാസക്ത, അതിലാണ് നമ്മൾ തുടങ്ങിയത്. തരുണസ്ഥാവത് തരുണീസക്ത, വൃദ്ധസ്ഥാവത് ചിന്താസക്ത. അപ്പൊ അവർക്ക് പിന്നെ എന്താണെന്നറിയാമോ? ആഗ്രഹം. അപ്പോഴേ വരുള്ളൂ, അതുവരേക്കും വരില്ല. അപ്പൊ ആഗ്രഹം വരണത് അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം, ഏത് ഈ പുനർജന്മരഹിതം. അത് ഞാൻ കൂട്ടിച്ചേർത്തതാട്ടോ. പുനർജന്മരഹിതം. ഇനി ഒരു ജന്മം വേണ്ടേ ഭഗവാനെ? ഇപ്പൊ ഈ ജന്മത്തിൽ എന്ത് വേണം? ഇനിയുള്ള ശിഷ്ടായുസ് ആയാസം കൂടാതെ വിഷമമൊന്നും കൂടാതെ ഇങ്ങനെ ശാന്തമായിട്ട് പോകണം. മരണം വരുമ്പോൾ പൂ നുള്ളിക്കൊണ്ട് പോണ പോലെ ഞാൻ കിടന്ന് ഉറങ്ങണ സമയത്ത് ഞാൻ അറിയാതെ മരിച്ചു പോയിക്കോട്ടെ. സത്യം പറയൂ, ആ സ്റ്റേജിൽ എത്തിയേക്കുന്ന ആളുകൾക്ക് അതല്ലേ ആഗ്രഹം? പന്ത് ഇട്ട് കളിക്കണമെന്നോ ബലൂൺ വെച്ച് കളിക്കണമെന്നോ അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ക്രീഡകൾ നടത്തണമെന്നോ ഒന്നുമല്ലല്ലോ. ആ ഒരു സ്റ്റേജ് വളരെ എത്രയും വേഗം എത്തണോ അത്രയും നമ്മൾ രക്ഷപ്പെട്ടു. അതിന് വയസ്സാവണമെന്നില്ല, തല നരയ്ക്കണമെന്നില്ല, പല്ലു കൊഴിയണമെന്നില്ല. ഇതൊന്നും അല്ലാതെ തന്നെ ചെറുപ്പം മുതൽ തന്നെ നമ്മളിൽ ഈ ചിന്തയുണ്ടായിരിക്കണം. ആ ചിന്ത ചെറുപ്പം മുതൽ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം ഈ അനായാസന മരണം വിനാ ദൈന്യന ജീവിതമാണ് വാസ്തവത്തിൽ മോക്ഷം എന്ന് പറയുന്നത്. മുക്തി അഥവാ മോക്ഷം എന്ന് പറയുന്നത് യാതൊരു അല്ലലും അലട്ടുമില്ലാത്ത ശിഷ്ടായുസ്സും ശാന്തവും സമാധാനവുമായ മരണവും ഇനി പുനർജന്മമില്ലാത്ത ഒരു പോക്കും. ഇത്രയും മനസ്സിലായോ? നോക്കൂ, നമ്മൾ ഓരോ കാര്യം മനസ്സിലാക്കുമ്പോഴും ഓടി 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 പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കി മുൻപോട്ട് പോകണം. എവിടെ ഒരു 2:45 ആവണോ അവിടെ നിർത്തും, അത്ര തന്നെ. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മാർഗത്തിൽ ഏത് ഭഗവാനിൽ നിന്നും പുറപ്പെട്ട് ഭഗവാനിലേക്ക് മോക്ഷപ്രാപ്തിയിലേക്കുള്ള മാർഗം തേടണം എന്നുള്ളതാണ് മനുഷ്യന് ഭഗവാൻ തന്നിരിക്കുന്ന ഡ്യൂട്ടി, ചുമതല. ഈ ചുമതല നിർവഹിക്കാൻ പുറപ്പെടുമ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് വേണം. 1 ഭക്തി, 2 ജ്ഞാനം, 3 വൈരാഗ്യം. ഇത് 3ഉം വേണ്ടതുപോലെ ഉണ്ടായാൽ മോക്ഷപ്രാപ്തിയായി യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ പറഞ്ഞ ഭഗവാൻ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിൽ തീപ്പൊരിയായിട്ട്. ഇനി പറയാൻ പോണതാണ് ഭക്തി. ഞാൻ നമ്മുടെ 3 പോയിന്റിലേക്ക് 1ാമത്തിലേക്ക് വന്നിട്ടേ ഉള്ളൂ, മണി 2. അപ്പോൾ ഈ ഭക്തി ഉണ്ടല്ലോ, ഈ ഭക്തി എന്ന് പറഞ്ഞത് നമ്മൾ വിചാരിക്കണം, നമ്മളൊരു ഭക്തിയെ വിചാരിക്കേണ്ട അത് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, കുളിക്കുക, ഭസ്മക്കുറി കുങ്കും ചെറിയ ചന്ദനക്കുറിയൊക്കെ തൊടുക, രുദ്രാക്ഷമാല തുളസിമാലയൊക്കെ ഇട്ട് ഏത് നേരം നാരായണ നാരായണ എനിക്ക് രാമരാമ കൃഷ്ണ ജപിക്കുക, അമ്പലത്തിൽ പോവുക, തൊഴുക, എൻ്റെ ഭഗവാനെ എന്നെ രക്ഷിക്കണേ, എന്നെ ചുറ്റുമുള്ള എൻ്റെ മക്കൾ എൻ്റെ ആൾക്കാരെല്ലാവരും നന്നായിരിക്കണേ, എൻ്റെ ഗർഭിണിയായിരിക്കണം മകൾ ആൺകുട്ടിയെ പ്രസവിക്കണേ, എൻ്റെ തൊഴുത്തിൽ നിൽക്കണ പക്ഷിപ്പെണ്ണിനെ പ്രസവിക്കണേ. ഇങ്ങനെ വലിയ ചാർത്ത് ഉണ്ടാക്കും നമ്മൾ. ഉണ്ടാക്കിയിട്ട് നമ്മളതൊക്കെ അവിടെ പോയിട്ട് ഭഗവാനോട് പറയും. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഇല്ലേ? സത്യം പറയൂ, എന്നും അമ്പലത്തിൽ പോണവർക്ക് കുളിച്ച് പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് നമുക്ക് എന്തെല്ലാം വേണോ അതെല്ലാം ചോദിച്ചു വരുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഒരു ദിവസം അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ വലിയ സങ്കടമായി, അയ്യോ ഇന്ന് അമ്പലത്തിൽ പോയില്ലല്ലോ, ഇന്ന് ഭഗവാനെ തൊഴുതില്ലല്ലോ എന്നൊരു സങ്കടവും നമുക്കുണ്ടാവും. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാനന്ദം ഉണ്ടാവും ഇല്ലേ? അമ്പലത്തിൽ പോയി നേരത്തെ എനിക്ക് കുളിച്ചിട്ട് ഈശ്വരചിന്തയോടുകൂടി ഇരുന്ന് സ്തോത്രങ്ങൾ ചൊല്ലി സഹസ്രനാമങ്ങൾ ചൊല്ലി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരാനന്ദം ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ആനന്ദത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും തന്നെ പ്രാർത്ഥിക്കണത്, അമ്പലത്തിൽ പോണത്, വഴിപാട് നടത്തണത്. ഇതെല്ലാം അതാണ് കാര്യം. പക്ഷേ ഈ ഭക്തി ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ഭക്തി എന്ന് വിചാരിക്കുന്നത്. ഈ ഭക്തി താൽക്കാലികമായിട്ടുള്ള ആനന്ദത്തെ തരണുള്ളൂ. ഒരു പ്രാവശ്യം ഞാൻ ഗുരുവായൂർ പോയി ഗുരുവായൂരപ്പാന്ന് തൊഴുതു എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാവില്ലേ? അത്ര ബുദ്ധിയില്ലാത്തത് എന്നും എപ്പോഴും പോയി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതപ്പനാണെങ്കിലും ദേഷ്യം വരും.
ദേഷ്യം വരും. ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ ആശ്രമത്തിൽ എൻ്റെ ഗുരുനാഥൻ പുരുഷോത്തമ സ്വാമിജിയാണ് കേട്ടോ. അദ്ദേഹം മഹാസമാധിയായി 6 കൊല്ലാവാൻ പോവാണ്. അവിടെ ഒരു സ്ത്രീ വന്നു, ഒരു പാവപ്പെട്ട സ്ത്രീ. ഓന്ന് നിലവിളിച്ചോണ്ടാണ് വന്നത്. നിലവിളി നിർത്തണില്ല. അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചെന്ന് സ്വാമിജിയെ വിളിച്ചോണ്ട് വന്നു. സ്വാമിജി കുറച്ച് നേരം നോക്കി നിന്നു. ഇവിടെ നിലവിളി നിർത്തണതില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്താ കാര്യം വെച്ചാൽ പറയൂ പറഞ്ഞു. അപ്പം നിലവിളി കൂടി ഇങ്ങനെ ഏതാണ്ടൊക്കെയോ പറയുക. അപ്പം സ്വാമിജി പറഞ്ഞു, നോക്കൂ, ഒന്നിലേ കരയൂ, ഞാൻ സമയം തരാം, കരഞ്ഞിട്ട് കാര്യം പറയുക. അല്ലേ, കാര്യം പറയൂ, എന്നിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞോളൂ. ഇത് രണ്ടും കൂടിയായാൽ മനസ്സിലാവണില്ലേ? സ്വാമിജിയെ എനിക്ക് ആരുമില്ല, സ്വാമിജിയെ എനിക്ക് ഉണ്ണാനില്ല, വകയില്ല, സ്വാമിജിയെ എനിക്ക് ഉടുക്കാനൊന്നുമില്ല, എനിക്കാണെങ്കിൽ അപ്പടി സൂക്കേടുമാണ്, എനിക്കാണെങ്കിൽ ആരുമില്ല, കല്യാണവും കഴിച്ചിട്ടില്ല, ഭർത്താവുമില്ല, മക്കളുമില്ല, അച്ഛനില്ല, അമ്മയില്ല, ഇങ്ങനെ അങ്ങോട്ട് നിരത്തി. അപ്പം സ്വാമി എന്താ ചെയ്തെന്നറിയാമോ? അതോ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് ഉണ്ണാനില്ലെങ്കിൽ ഇപ്പം നിങ്ങളത് വരൂ, ഡൈനിങ് ഹാളിൽ ഇരുത്തി അവർക്ക് ഇഡ്ഡലിയും ചായയും കൊടുക്കും. തൽക്കാലത്ത് വിശപ്പ് മാറില്ല, വേറെ ആർക്കും കൊടുക്കണ്ടല്ലോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞാലും കൂടി വരൂ, ഒരു 10 കിലോ അരിയും ഒരു 30 രൂപയും മാസം തരാം. അപ്പോൾ ഒരു നേരം കഞ്ഞി കുടിച്ച് കിടക്കാനുള്ള വകയായില്ലോ. ആശ്വാസമായി. പിന്നെയോ ഒടുക്കാൻ ഞങ്ങളവിടെ പഴയ വസ്ത്രങ്ങൾ കളക്ട് ചെയ്ത് വെച്ച് വയ്ക്കും. പുതിയ വസ്ത്രങ്ങൾ ദാനസത്ര സമയത്തേ കൊടുക്കുള്ളൂ. അതുണ്ടെങ്കിൽ, ബാക്കിയുണ്ടെങ്കിൽ അർഹിക്കുന്നവരാണെങ്കിൽ ഒരു പുതിയതും കൊടുക്കും, 1 or 2 പഴയ വസ്ത്രം അതെടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ഞാനത് എടുത്ത് കൊടുത്തു. സമാധാനമായി. എന്തോ ഒരു 10 രൂപ കാശും കൊടുത്തു തോന്നുന്നു. അത് കഴിഞ്ഞപ്പോഴും അവളുടെ കരച്ചിൽ മാറണ്ടേ? അപ്പോൾ സ്വാമിജി പറഞ്ഞു, ഇത്രയും കാര്യമാണ്, ഇനി വീട് വെക്കണം. വീട് വെക്കാൻ പെട്ടെന്ന് പറ്റില്ല. ഞാൻ സിമെൻറ്റോ വല്ല പഴയ ഇതോ ഈ മരത്തടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആക്കിയിട്ട് ഞാൻ പറയാം. അവരുടെ അഡ്രസ്സ് എഴുതി മേടിക്കാൻ പറഞ്ഞു. അവരുടെ പേരും അഡ്രസ്സും എഴുതി മേടിച്ചു. പിന്നെയും കരച്ചിൽ തുടങ്ങി, എനിക്കാരുമില്ല. അപ്പം സ്വാമിജി പറഞ്ഞു, സ്വാമിജിക്ക് ദേഷ്യം വന്നോട്ടാ, നോക്കൂ, ഇത്രയും ഞാൻ ചെയ്തു തന്നു, ഇനി ഈ വയസ്സുകാലത്ത്, എനിക്ക് ഇത്രയും വയസ്സായി, ഈ വയസ്സുകാലത്ത് നിങ്ങൾക്ക് ഭർത്താവിനെ ഉണ്ടാക്കി തരാനോ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി തരാനോ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ, അത് ഞാൻ കൂട്ടിയാൽ കൂടില്ല കേട്ടോ. അത്രയും വരെ ക്ഷമിച്ചു. അതുപോലെ തന്നെയാണ് വാസ്തവത്തിൽ പുരുഷോത്തമ സ്വാമിജിയെ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മനസ്സിലാക്കിയത്തോളം അദ്ദേഹം ഭഗവാനെ പോലെ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. ഇത്രയും ക്ഷമിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും പരാതി തുടങ്ങിയപ്പോൾ. അപ്പം ഏത് ഭഗവാനാണെങ്കിലും നമ്മൾ ഇങ്ങനെ ചാർച്ച ഉണ്ടാക്കി കൊണ്ടുപോയാൽ സമ്മതിക്കുമോ? എന്നും ഉണ്ട് നമുക്ക് പരാതികൾ, എല്ലാ ദിവസവും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അപ്പോൾ എന്നാ ആ പരാതിയൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ സന്തോഷമായോ? ചിലതൊക്കെ സാങ്ഷൻ ചെയ്യും. നമുക്ക് എന്തൊക്കെ യോഗക്ഷേമം വഹാമ്യഹം, നിനക്ക് കിട്ടാനുള്ളതൊക്കെ ഞാൻ മേടിച്ചു തരാം, അതിന് സൂക്ഷിച്ചു തരാം, പക്ഷെ അർഹതയില്ലാത്ത ഞാൻ തരില്ല. ഭഗവാനും ഉണ്ടേ, അർഹതയുണ്ടോ ഇല്ലോ എന്ന് നോക്കിയിട്ടേ തരുള്ളൂ. നമ്മൾ ചോദിക്കണേ എന്തും അങ്ങോട്ട് എടുത്ത് തരുമൊന്നുമില്ല, എത്ര ഭക്തി ഉണ്ടെങ്കിലും. അപ്പോൾ എന്തുണ്ടായി, ഈ നമ്മളിങ്ങനെ ചോദിക്കണത് വാസ്തവത്തിൽ ഈ ചോദിക്കണത് കൊണ്ട് നമുക്ക് കിട്ടിയാൽ തന്നെയും പിന്നെ അടുത്ത ആഗ്രഹമായി. അപ്പോൾ സങ്കടമായി കിട്ടിയില്ലെങ്കിൽ. ഈ സങ്കടത്തിനും സന്തോഷത്തിനും അവസാനമുണ്ടോ? ഇത് പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി ജഡരേ ശയനം എന്നുള്ളതിലേക്കല്ലാതെ നമ്മളുടെ ഈ ഭക്തി, ഇതിനൊരു പേരുണ്ട് കേട്ടോ. ഈ സ്റ്റേജിൽ ഇരുന്ന് പറയാൻ കൊള്ളാവോ എന്തോ എനിക്കറിയില്ല. ഞാൻ പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്, എരപ്പാളി ഭക്തി എന്ന്. എരപ്പാളി ഭക്തി. ഒരിക്കൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു അത്രേ. ആ രാജാവ് നായാടാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ ഉടുക്കാനൊരു കോണകം പോലും കീറിയതാ. അങ്ങനത്തെ ഒരുത്തൻ മെലിഞ്ഞ് കണ്ണൊക്കെ കുഴിഞ്ഞിട്ട്. അപ്പം രാജാവ് വിചാരിച്ചു, കഷ്ടമേ, എൻ്റെ രാജ്യത്തിൽ ഇങ്ങനെ ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരാളോ, അത് പാടില്ലല്ലോ. അവനെ വിളിച്ചു, വാ, നീ ആരാ? ഇന്ന ആളാണ്, ഇങ്ങനെയാണ്, ഞാൻ തെണ്ടി നടക്കുന്നതാണ്, എനിക്ക് ആരുമില്ല, ഏതുമില്ല, ഒന്നുമില്ല. ശരി, വരൂ, എൻ്റെ കൂടെ വരൂ, ഞാൻ നിനക്ക് കൊടുക്കാൻ തരാം, ഉണ്ണാൻ തരാം, നിനക്കൊരു ചെറിയ ജോലിയാക്കി തരാം, ഒരു കുഞ്ഞു കുടിലും ഉണ്ടാക്കി തരാം, വരൂ, നീ ഇങ്ങനെ കഷ്ടപ്പെടരുത്, എൻ്റെ നാട്ടിൽ ആരും ഇങ്ങനെ കഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞു. ശരി, അയാൾ വന്നു കേട്ടോ, രാജാവിൻ്റെ കൂടെ വന്നു. കുറേ ദൂരം പോയപ്പോൾ രാജാവ് പറഞ്ഞേ, ദാ ഇവിടെ എൻ്റെ കുലദേവതയുണ്ട്, ആ കുലദേവതയെ ഒന്ന് തൊഴുതിട്ട് വരാം. അപ്പം അയാൾ അവിടെ നിന്നു. രാജാവ് പോയി. ഇയാൾ കുളിച്ചിട്ടുമില്ല, ഒന്നുമില്ല. അപ്പം കുലദേവതർക്ക് അയലൊക്കത്ത് പോയില്ല, നീങ്ങി നിന്നു. രാജാവ് സാഷ്ടാംഗം നമസ്കരിച്ചു. ഭഗവാനെ, എൻ്റെ സാമ്രാജ്യത്തിൽ ഇങ്ങനെ ഒരു ദരിദ്രനെ കൊണ്ടുവന്ന് തന്നൂലോ, അയാൾക്കൊന്നുമില്ല, അയാൾക്ക് ഉടുക്കാനും ഉണ്ണാനും കിടക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണേ ഈശ്വര എന്ന് പറഞ്ഞ് നമസ്കരിച്ചിട്ട് എണീറ്റ് പോന്നു. ഇത് ഇയാൾ കേട്ട് നിൽക്കണ്ട കേട്ടോ. അപ്പം രാജാവ്, വരൂ നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ രാജാവിൻ്റെ കൂടെ ഞാനില്ല കേട്ടോ, നിങ്ങൾ പൊയ്ക്കോളെ പറഞ്ഞു. അതെന്താ കാരണം? ഞാനേ വിചാരിച്ചു രാജാവിൻ്റെ കയ്യിൽ പണമുണ്ട്,
രാജാവിൻ്റെ കയ്യിൽ വേണ്ടത്ര സാമഗ്രികളുണ്ട്, എനിക്ക് തരുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങ് എന്താ ചെയ്തത്? ഇതെല്ലാം ചെന്ന് ഭഗവാനോട് എരന്ന് മേടിച്ച് എനിക്ക് തരാനോ? ഞാനും ഇരക്കാൻ പോവില്ല, ഇരപ്പാളികളുടെ കയ്യിൽ നിന്ന് ഞാനൊന്നും വാങ്ങൂല. അതുകൊണ്ട് രാജാവ് പൊയ്ക്കോളൂ, നിങ്ങൾ ഇരന്ന് ജീവിച്ചോളൂ, ഞാൻ ഡീസൻ്റായിട്ട് ജീവിച്ചോളാം. അങ്ങനെ ഇരക്കണമെങ്കിൽ എനിക്ക് ചോദിക്കാമല്ലോ ഭഗവാനോട്. അത് ഇഷ്ടമില്ലാഞ്ഞിട്ടാണ്. ഒന്നും വിചാരിക്കരുത് രാജാവേ, അങ്ങയുടെ യാതൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു പോയിട്ട് ഒന്നുമില്ലാത്ത ഒരു നിസ്വനായ ഒരു ഭിക്ഷക്കാരൻ മഹാരാജാവിനെ നോക്കി എരപ്പേന്ന് വിളിച്ചു. അല്ലേ? എരപ്പേന്ന് വിളിച്ചില്ലേ? അത് കേട്ടോണ്ട് മിണ്ടാണ്ട് പോവേണ്ടി വന്നു രാജാവിന്. നമ്മൾ അതുപോലെ എരപ്പകളാവരുത് കേട്ടോ. ഭഗവാൻ അറിയാം നമുക്ക് എന്തു വേണം എന്തു വേണ്ട എന്ന്, എന്ത് തരണം എന്ത് തരണ്ട എന്ന്. നിങ്ങൾക്ക് ആഗ്രഹമുള്ളതിന് ചോദിക്കാണ്ടിരുന്ന് നോക്കൂ, അത് കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും. ക്ഷമ വേണം കേട്ടോ. ക്ഷമയോട് ഇരുന്നാൽ നമുക്ക് കിട്ടാനുള്ളത് എപ്പോൾ കിട്ടണോ അപ്പം ഭഗവാൻ നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് തരും. അതിന് ഭഗവാനെ വിളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വിളിച്ചത് കൊണ്ട് തെറ്റു പറയണില്ല. നമ്മുടെ ശീലം എങ്ങനെയായിപ്പോയി, മുത്തശ്ശി മുതൽ ഇങ്ങനെ എന്തുണ്ടെങ്കിലും നമ്മൾ ആരോടാ ചോദിക്കുക? ഭഗവാനോടല്ലാതെ. അപ്പം നമ്മൾ ചോദിക്കുക. ഭഗവാന് പരിഭവം ഒന്നുമില്ല, പക്ഷെ കിട്ടാനുള്ളതേ കിട്ടുള്ളൂ. ഈ ഭക്തി, ഈ എരപ്പാളി ഭക്തി നമ്മളെ പുനർജന്മത്തിലേക്ക് നയിക്കുന്നല്ലാതെ മോക്ഷത്തിലേക്ക് നയിക്കില്ല. അപ്പൊ ഒരു ചോദ്യം, മോക്ഷത്തിലേക്ക് നയിക്കുന്ന ഭക്തി ഉണ്ടോ? ഉണ്ട്. ഈ എരപ്പാളി ഭക്തി നമ്മുടെ ഉള്ളിലില്ലേ? അതിൻ്റെ കൂടെ തന്നെ മോക്ഷത്തിൽ നയിക്കുന്ന ഭക്തി ഉണ്ട്. ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ പ്രമാണം പറഞ്ഞില്ലെങ്കിൽ ഇവിടെയുള്ള സാധാരണക്കാർ സമ്മതിക്കും, പണ്ഡിതന്മാരുണ്ട് ഇവിടെ, അവർ സമ്മതിക്കണ്ടേ? അപ്പോൾ അതിന് ഈ നാരദൻ, പരമഭക്തനാണ് നാരദൻ. നാരദ ഭക്തി ശാസ്ത്രം ഉണ്ട്, ഭക്തിശാസ്ത്രം എഴുതിയിട്ടുണ്ട്. അതിൽ നാരദൻ പറഞ്ഞാൽ ഭക്തി എന്ന് പറഞ്ഞാൽ ഇന്നതാണെന്ന് പറഞ്ഞാൽ അത് പ്രമാണമാണ്. അതാതോ ഭക്തിം വ്യാഖ്യാസ്യാമ, ഞാൻ ഭക്തി എന്നാൽ എന്താണെന്ന് വ്യാഖ്യാനിക്കാം. സാ ത്വസ്മിൻ പരമപ്രേമരൂപ അമൃതസ്വരൂപാച്ച. പരമപ്രേമരൂപ എന്നുള്ളത് രണ്ടാമത്തേത്, അമൃതസ്വരൂപാച്ച എന്നുള്ളത് മൂന്നാമത്തെ സൂത്രം. സൂത്രവാക്യങ്ങൾ വളരെ ചെറുതായിരിക്കും, വളരെയധികം അർത്ഥമുണ്ടായിരിക്കും. അപ്പോൾ ഭക്തിയെ ഞാൻ വ്യാഖ്യാനിച്ച് പറയാം. എന്താ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല, പരമപ്രേമരൂപ, ഭഗവാനോടുള്ള പരമപ്രേമം, അങ്ങേ അറ്റത്തെ പ്രേമമാണ് ഭക്തി. അപ്പോഴോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ നമുക്ക് പ്രേമം അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം ഉള്ള ആളുകളോട് അയാളുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും അയാൾ നമുക്ക് തരും. അല്ലാതെ നമ്മൾ എനിക്ക് അത് തരൂ ഇത് തരൂ എന്ന് ചോദിച്ചു മേടിക്കുമോ? നമ്മൾ എന്തെല്ലാം നമുക്കുണ്ടോ അതൊക്കെ നമ്മൾ പ്രേമിക്കുന്ന സ്നേഹിക്കുന്ന ആൾക്ക് കൊടുക്കുകയല്ലേ ചെയ്യുക. കൊടുക്കുമ്പോൾ സന്തോഷിക്കും. കൊടുക്കുമ്പോൾ സന്തോഷിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ സന്തോഷത്തിന് നമുക്ക് ഇങ്ങോട്ട് തരും. ഈ സൂത്രം നമ്മൾ മനസ്സിലാക്കണില്ല. നമ്മൾ 1.5 രൂപയുടെ പുഷ്പാഞ്ജലിയോ 5 രൂപയുടെ ഒരു ഹോമമോ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ട് നമുക്ക് വലിയ കാര്യങ്ങൾ വേണമെന്ന് ഭഗവാനോട് ചോദിക്കുക ചെയ്യണത് അല്ലേ? ശരിയല്ലേ പറയണത്? നമ്മൾ എന്തെങ്കിലും ഒന്ന്, ഈയിടെ കുറച്ച് ദിവസം മുമ്പ് ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് 2 പവനും 30,000 രൂപയും തന്നിട്ട് പറഞ്ഞു, ഇത് ഏതെങ്കിലും പാവപ്പെട്ട കുട്ടികൾക്ക് കല്യാണം വരുമ്പോൾ കൊടുക്കണം കേട്ടോ മാതാജി, ഞാൻ മാതാജിയെ ഏൽപ്പിക്കാൻ, മാതാജിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. എന്തോ ഒരു നല്ല മനസ്ഥിതിയില്ലേ. അതിൻ്റെ ഉള്ളിൽ സംഗതി എന്താണെന്നറിയാമോ? അവർക്ക് 2 പേരക്കുട്ടികളുണ്ട്, വിദ്യാഭ്യാസവും കഴിഞ്ഞു, നല്ല സുന്ദരികളാണ്, നിറച്ച് പൈസയുണ്ട്, നല്ല കുടുംബമൊക്കെയാണ്, കല്യാണം കഴിയണില്ല. അപ്പം അവരിങ്ങനെ പ്രശ്നക്കാരോട് കബഡി നിർത്തിയോ എന്തോ എനിക്കറിയില്ല, അവർക്ക് ഇങ്ങനെ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ഈ ചെയ്തത് ഏതോ പാവങ്ങൾ കല്യാണം കഴിഞ്ഞ് പോയിക്കോട്ടെ എന്നുള്ള വിചാരമായിരുന്നെങ്കിൽ ഇതിനേക്കാളും എത്രയോ നല്ല ഫലം കിട്ടുമായിരുന്നു. ഇപ്പം ഇവരുടെ ആഗ്രഹം എന്താ? എൻ്റെ പേരക്കുട്ടികളുടെ കല്യാണം കഴിയണം. അതിനുവേണ്ടിയാണ് ചെയ്യണത്. അവരുടെ പേരക്കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമില്ലെങ്കിൽ നയാ പൈസ ഇവർ കൊടുക്കുമായിരുന്നു, എന്തോ അറിയില്ല, പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഭക്തി ഉണ്ടല്ലോ, ഈ കൊടുക്കണ ഭക്തി, ആ കൊടുക്കണ ഭക്തിയിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊടുക്കണതാണെങ്കിൽ മറ്റേതുപോലെയുള്ള ബലം കിട്ടില്ല കേട്ടോ. ഭഗവാനോട് സ്നേഹമുണ്ട്, പ്രേമമുണ്ട്, ഭക്തിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഭഗവാൻ എല്ലാം കൊടുക്കണം, എന്നെ തന്നെ ഞാൻ സമർപ്പിക്കണം എന്നുള്ള സമർപ്പണം. അപ്പോൾ അങ്ങനെയുള്ള ഭക്തിയാണെങ്കിൽ പരമപ്രേമരൂപ എന്ന് പറഞ്ഞാൽ അതാണ്. മുഴുവനും നമ്മൾ നമ്മുടേതൊക്കെ കൊടുക്കുക. ഭഗവാൻ നമുക്ക് വേണ്ട തന്നോളും, നമ്മൾ ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചോദിച്ചാൽ ഒട്ട് പ്രത്യേകിച്ച് കിട്ടാനും പോണില്ല. ചോദിച്ചില്ലെങ്കിലായിരിക്കും ചിലപ്പോൾ പാവം, അവരൊന്നും ചോദിക്കണില്ല, അവർക്ക് കൊടുത്തു കളയാമെന്ന് പറഞ്ഞ് കൊടുക്കാൻ തോന്നണത്.
അമൃതസ്വരൂപാച്ച. അത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അത് അപ്പം കിട്ടുന്ന ആനന്ദം ഉണ്ടല്ലോ, നമ്മൾ ഈ പരമപ്രേമരൂപയായ കൂടി ഭഗവാനിലേക്ക് സ്വയം നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞാലുണ്ടാവണ ആനന്ദം ഉണ്ടല്ലോ, നമ്മൾ അമ്പലത്തിൽ പോയി വരുന്ന ആനന്ദം പോലെയല്ല. ഈ ആനന്ദം അമൃതസ്വരൂപമാണ്, മരണമില്ലാത്തതാണ്, മൃത്യു ഇല്ലാത്തതാണ്. അത് എന്നേക്കും നീണ്ടു നിൽക്കുന്ന ആനന്ദം നമുക്ക് കിട്ടും. അങ്ങനെ ഒരു പരമാനന്ദം, അങ്ങനെ ഒരു ബ്രഹ്മാനന്ദം എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ട് കേട്ടോ, നിശ്ചയമായിട്ടും ഉണ്ട്. ഇത് ഞാൻ തീർത്തും പറയാം. കാരണം പുസ്തകങ്ങളിൽ വായിച്ചിട്ടല്ല, എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. നമ്മൾ എന്തില്ല എന്ന് പറഞ്ഞ് കരഞ്ഞോ, എന്തു വേണമെന്ന് പറഞ്ഞ് ചോദിച്ചോ, അതൊന്നുമില്ലാതെ നമുക്ക് പരമ സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും. യാതൊരു സംശയവും അതിലില്ല. അപ്പോൾ ആ അമൃതസ്വരൂപമായ ആ അമൃതമുണ്ടല്ലോ, ആ സന്തോഷം, ആ ആനന്ദം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളിൽ മിക്കവർക്കും അതില്ലാന്നും എനിക്കറിയാം. പരമ ആനന്ദം ഇവിടെ ഇരിക്കുന്നവരില്ലേ, എത്ര പേർക്കാന്ന് വന്ന് ഭൂമാനസ്വാമി പറഞ്ഞ കൈവെക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആളുകൾ ഉണ്ടാവില്ല. കുറേ പേര് കൈവയ്ക്കാൻ ഞാൻ ഒട്ട് വിശ്വസിക്കൂല്ല കേട്ടോ. അതുണ്ട്. അപ്പോൾ ഈ പരമപ്രേമരൂപ അമൃതസ്വരൂപാച്ച. ഇനി ഭക്തിസൂത്രങ്ങൾ നിറയെ ഉണ്ട്, 2.4. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പം അങ്ങനെ ഭക്തി. ഇനി നമുക്ക് അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താന്ന് പറയാം, അത് ആദ്യം പറയാം. നമ്മൾ ചെയ്യേണ്ടത് ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന് പറയണേന് പകരം ഈ ലോകത്തിലെ എല്ലാവരെയും രക്ഷിക്കണേ. അപ്പം ഞാനും വെട്ടില്ലേ, ഭഗവാനെ എല്ലാവർക്കും സൂക്കേടില്ലാണ്ടിരിക്കണേ, എനിക്കും എൻ്റെ മക്കൾക്കും ആരോഗ്യം വേണമെന്ന് ചോദിക്കണ സ്ഥാനത്ത് എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവണേന്ന് ചോദിക്കുക. സർവസ്തരതു ദുർഗാണി സർവോ ഭദ്രാണി പശ്യതു സർവ സദ്ബുദ്ധിമാപ്നോതു. എല്ലാവർക്കും സദ്ബുദ്ധി ഉണ്ടാവണേ. സർവത്ര നന്ദതു. എല്ലാവരും എല്ലാവർക്കും ആയിക്കോട്ടെ ഈ ആനന്ദം. ഞാൻ സന്തോഷിക്കണേന്ന് ചോദിക്കണേന് പകരം ഞങ്ങൾ എല്ലാവരും സന്തോഷിക്കണേ. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സൂക്കേടില്ലാണ്ടിരിക്കണേ, ഒരു സൂക്കേടും വന്ന് ബുദ്ധിമുട്ടിക്കല്ലേ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ദുർജന സജ്ജനോ ഭൂയ. അത് നിങ്ങനെ പറഞ്ഞുകൊണ്ടേ പോയാൽ സമയം ഇത് ക്ലോക്ക് നിൽക്കില്ല. അവസാനം പറയണത് സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീശാഃ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഇത് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. സമസ്ത ലോകങ്ങളും സുഖമായിട്ടിരിക്കും. നമ്മൾ മാത്രമല്ല, ഈ പ്രാർത്ഥന നമ്മളെ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കും. അപ്പോൾ നമ്മൾ ഭക്തിയപൂർവം നിങ്ങൾ അമ്പലത്തിൽ പോയിക്കോളൂ, ഭഗവാനെ തൊഴുതോളൂ, നിങ്ങളുടെ ചാർത്തൊക്കെ പറഞ്ഞോളൂ. ഇതൊന്നും നിൽക്കില്ല പെട്ടെന്നേ. ഞാനീ പറഞ്ഞതുകൊണ്ട് നിൽക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അമ്പലത്തിൽ പോകും, ഞങ്ങളുടെ അവിടെ ദക്ഷിണാമൂർത്തി അമ്പലത്തിൽ പോകും, ഞാൻ പ്രാർത്ഥിക്കും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നല്ലാതെ എനിക്കൊരു പ്രത്യേക സുഖമോ എൻ്റെ ആൾക്കാർക്കോ ഞങ്ങളുടെ ആശ്രമത്തിനോ നമ്മുടെ പാർലിക്കാടുകാർക്കോ ഒരു പ്രത്യേക സുഖം വേണമെന്ന് ചോദിക്കാറില്ല. ലോകത്തിലെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന എന്നെ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കും. എനിക്ക് നല്ല ബോധ്യമുണ്ടത്. ഇത്രയൊക്കെ ഉറപ്പിച്ച് പറയുമ്പോൾ ആരും ഒന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് പറയണതാ. പിന്നെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇനി ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ നമ്മളിലുള്ള ആ എരപ്പാളി ഭക്തി ഉണ്ടല്ലോ, അത് പതുക്കെ വഴിമാറും. പരമപ്രേമരൂപിയായ ഭക്തി അതിൻ്റെ സ്ഥാനത്ത് വരും. ഇത്രയും സ്ഥലമല്ലേ ഉള്ളൂ ഇരിക്കാൻ. അപ്പം ഇങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എരപ്പാളി ഭക്തി പതുക്കെ തന്നെത്താ ഹേമിച്ചിട്ടൊന്നുമല്ല, തന്നെ അത് പോയിക്കോളും. അതുവരേക്കും നമ്മുടെ എരപ്പാളി ഭക്തി നമ്മുടെ കൂടെ ഇരുന്നോട്ടെ. അല്ല ഇതൊക്കെ കേട്ടിട്ട് ഇനി അത് വേണ്ടാന്ന് വിട്ട് അത്രയും നല്ലത്. അല്ല അത് വിടണില്ലെങ്കിൽ വിഷമിക്കണ്ട, തന്നെ പോയിക്കോളൂ. അത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു, അത് ഓർമ്മിച്ചാൽ മതി കേട്ടോ. അത് മാത്രം മതി. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ നീളനെ പറഞ്ഞില്ലെങ്കിലും ഇത് മാത്രമെങ്കിലും ഓർമ്മിക്കുക. ഇങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മൾ ഭക്തന്മാരായി തുടങ്ങും. എരപ്പാളി ഭക്തി പോയി കഴിഞ്ഞാലേ മോക്ഷപ്രാപ്തിക്കുള്ള ഭക്തി വരുള്ളൂ. അപ്പം നമ്മൾ ഭക്തന്മാരായി തുടങ്ങുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാവുക എനിക്കിപ്പോൾ ഭക്തി ഉണ്ടോ ഇല്ലയോ എന്ന്? ഞാൻ വിചാരിക്കുക എനിക്ക് നല്ല ഭക്തി ഉണ്ടെന്നൊക്കെ. ഉണ്ടോ ഇല്ലയോ ആവോ? അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറഞ്ഞിട്ടുണ്ട്, പ്രമാണമുണ്ട്.
രണ്ടെണ്ണം പറയാം കേട്ടോ, നിറയെ പറയാൻ നേരമില്ല. ഭക്തനാണെങ്കിൽ അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണയേവച, ഭഗവത്ഗീതയിലുള്ളതാട്ടോ. അദ്വേഷ്ട സർവഭൂതാനാം, എല്ലാ ഭൂതങ്ങളോടും ഇവിടെയുള്ള എല്ലാം ഭൂതം ഞാൻ പറഞ്ഞല്ലോ, ഭൂതം പ്രേതമൊന്നും അല്ലാന്ന്. എല്ലാറ്റിനോടും ഒന്നിനോടും ദേഷ്യമില്ലായ്യ, ഒന്നിനോടും വിരോധമില്ലായ്യാണ് ഒന്നാമത്തെ ലക്ഷണം. ഞാനൊരു തമാശ പറയട്ടെ കേട്ടോ. ഞങ്ങളുടെ ആശ്രമത്തിൽ കുറേ 10-50 അന്തേവാസികളുണ്ടേ. അതിൽ കുറച്ച് പേരൊക്കെ ഈ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് ഭാര്യ ഇഷ്ടമില്ലാണ്ട് ഉപേക്ഷിച്ചിട്ട് വന്നവരാണ്. ഭാര്യയ്ക്ക് ചിലപ്പോൾ അത്രത്തോളം ഉണ്ടായിട്ടുണ്ടാവില്ല. അവർക്ക് എങ്ങനെയെങ്കിലും കുറേ കാലം കഴിയുമ്പോൾ ഇദ്ദേഹത്തിനൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞ് വരാൻ പുറപ്പെടുമ്പോൾ, എൻ്റെ ഭാര്യ വരരുത്, എനിക്ക് അവളെ കാണുക വേണ്ട. പരമഭക്തനാ, കുറികളൊക്കെ ഉണ്ട്, ഏതു നേരവും ജപിക്കും, എല്ലാം ചെയ്യും. പരമഭക്തന്റെ എല്ലാ ലക്ഷണവും ഉണ്ട്. ഭാര്യയെ കണ്ടുകൂടാ. ഒന്നാമത്തെ ലക്ഷണം അദ്വേഷ്ട സർവഭൂതാനാം. അതാദ്യം മനസ്സിലാക്കിയിട്ട് ഈ കുങ്കുമക്കുറി തൊടാനും ചന്ദനക്കുറി തൊടാനും മുട്ടയടിക്കാനും കാവ്യ എടുക്കാനും ഒക്കെ തുടങ്ങിയാൽ മതി. ഒരു ജന്തുക്കളോടും ആരോടും, മനുഷ്യന്മാരോടോ മൃഗങ്ങളോടോ ആരോടും ദ്വേഷബുദ്ധി പാടില്ല. മൈത്ര കരുണയെ വെച്ച് അവരോട് മൈത്രിയും കരുണയുമാണ് വേണ്ടത്. അതില്ലെങ്കിലും വേണ്ട. ഈ ദ്വേഷബുദ്ധി ഇല്ലാതിരുന്നാൽ തന്നെ പകുതി രക്ഷപ്പെട്ടു. പിന്നെ ഒരെണ്ണം ഉള്ളത് തുല്യനിന്ദാ സ്തുതിർ മൗനി. ഒരാൾ നമ്മളെ ഭക്തന്റെ ലക്ഷണം പറയണത് കേട്ടോ. നമുക്ക് ആ ലക്ഷണം ഉണ്ടോ എന്ന് നോക്കാമല്ലോ. തുല്യനിന്ദാ സ്തുതിർ മൗനി സന്തുട്ടോ ഏന കേനചിത്. തുല്യനിന്ദാ സ്തുതിർ മൗനി എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളെ നിർത്തി പൊരിക്കുക, നിന്ദിക്കുക, മിണ്ടാണ്ടിരിക്കുക. അയാൾ പറഞ്ഞോട്ടെ, അയാൾക്കറിയാവുന്നത് ഇതാണ്, പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുക. വായോണ്ട് മിണ്ടാതിരുന്ന പോരാ, മനസ്സിലേ എടുക്കാതിരിക്കുക. നമ്മളെ കുറെ പുകഴ്ത്തിയാലോ കയറി പൊങ്ങി പോവുകയും വേണ്ട. നോക്കൂ, ഇപ്പം ഈ പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് അറിയാവുന്ന നിറയെ ആളുകളുണ്ട് ഇതിൽ. അവരൊക്കെ എന്നോട് ഓടി വന്ന് പറയണം, മാതാജി അസലായി കേട്ടോ, കേമായി, ഒന്നാന്തരായി പ്രഭാഷണം എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാവും. അതേ, ഈ ഭാഗവതത്തിനെ കുറിച്ച് പറയാൻ വന്നിട്ട് ഭാഗവതത്തിൽ ഒരു ശ്ലോകമാവട്ടെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു ലീലയാവട്ടെ, ഒരു പ്രഹ്ലാദനോ ഒരു ധ്രുവനോ ഒന്നും പറഞ്ഞില്ല. ഒരു പരീക്ഷിത് മഹാരാജാവിനെ പോലും പറഞ്ഞില്ല. എന്ന് പറഞ്ഞതേ എന്തൂട്ടാ, എന്താ മാതാജി ഇങ്ങനെ ചെയ്തത്? ഞങ്ങൾ പറഞ്ഞു വിട്ടതല്ലേ. പറഞ്ഞു വിട്ടിട്ടുണ്ട് ആളുകൾ, പരീക്ഷത്തിനെ പറ്റി പറയാതിരിക്കരുത് എന്ന്. പരീക്ഷത്തിനെ പറ്റി പറയാതിരിക്കരുത് കേട്ടോ. അപ്പം ഞാൻ പറയാം. പരീക്ഷിത് മഹാരാജാവിൻ്റെ കഴുത്തിൽ ശമീക മഹർഷിയുടെ പുത്രനായ ശൃംഗി കുടുക്കിട്ട് വലിച്ചു. 7-ാം ദിവസം പരീക്ഷിത് മഹാരാജാവ് മരിച്ചു. ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? അല്ല, പരീക്ഷിത് മഹാരാജാവിൻ്റെ കഴുത്തിലല്ല ചത്തപാമ്പിനെ ഇട്ടത്. പരീക്ഷിത് മഹാരാജാവ് ഈ ശമീക മഹർഷിയുടെ കഴുത്തിലേക്കട്ടോ. മാതാജി ഇങ്ങനെ പറയണല്ലേ, മതം 10,000-4,000-5,000 ആളുകളുള്ള ദിക്കൽ ഇങ്ങനെയൊക്കെ കഥ പറയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ചത്തപാമ്പിൻ്റെ കാര്യം പറഞ്ഞില്ല, ശൃംഗി കുടുക്കിട്ട് വലിച്ചു എന്നാണ് പറഞ്ഞത്. അല്ലേ? അത് ശരിയല്ലേ? ഇങ്ങനത്തെ കഥയെ പറയുകയാണെങ്കിൽ ഞാൻ പറയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഈ ഭക്തലക്ഷണം പറഞ്ഞു. ഇപ്പോൾ ഈ അദ്വേഷ്ട സർവഭൂതാനം മൈത്രകരുണ എഴുതാ തുല്യനിന്ദാ സ്തുതിർ മൗനി. അങ്ങനെ അവർ നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ മാതാജി ഈ പറഞ്ഞ ഒന്നും ശരിയായില്ല കേട്ടോ. ഒരു സത്രശാലയിൽ വന്നിരുന്ന്, ഒരു വേദിയിൽ വന്നിരുന്ന് പറയേണ്ടതൊന്നുമല്ല പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, ഞാനെന്താ പ്രഭാഷണം നടത്തുന്ന ആളാണോ? ഞാൻ പ്രഭാഷണം നടത്താറേ ഇല്ല. കഴിഞ്ഞ കൊല്ലം ഒരു ദിവസം ഇവിടെ വന്ന് എന്തെങ്കിലും പറയാൻ പറഞ്ഞു, അതെന്തോ പറയാൻ പറഞ്ഞു. ഈ പ്രാവശ്യം എന്നോട് എന്താണെങ്കിലും പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഇതേ എന്തോ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. അത് ശരിയല്ല എന്ന് പറഞ്ഞാലും ശരിയാണെന്ന് പറഞ്ഞാലും അതിന് ഉത്തരവാദി ഞാനല്ല, എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയ ആൾക്കാരാണ്. അവരോട് ചെല്ലട്ടെ. ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയ ആള്, ഒന്നാമത്തെ ആള് ഭൂമാന്ത സ്വാമിജി എന്ന് പറയട്ടെ. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ഭക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ലക്ഷണമുണ്ടോ, അദ്വേഷ്ട സർവഭൂതാനാമുണ്ടോ, മൈത്ര കരുണയുണ്ടോ, തുല്യനിന്ദാ സ്തുതിർ മൗനി ഉണ്ടോ, ഇനിയും കുറേ ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയുന്നില്ല, സമയം പോണു. അപ്പോൾ ഭക്തിയുടെ കാര്യം അവിടെ നിർത്താം. ഈ നമ്മുടെ പരമപ്രേമരൂപിയായ ഭക്തി കടന്നു വന്നാലല്ലാതെ ഈ മോക്ഷപ്രാപ്തിയിലേക്ക് കടക്കാൻ പോകണില്ല കേട്ടോ. അത് തീർച്ചയാണ് ആ കാര്യം. ഇനി നമുക്ക് ജ്ഞാനത്തിലേക്ക് വരാം. ഭക്തി കഴിഞ്ഞാൽ ജ്ഞാനം ചൊറി പിടിച്ച് ചാവാറായിട്ടിരിക്കണ കുഞ്ഞിനെ പോലെയാണ് കേട്ടോ അത് ജ്ഞാനം. എന്താ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. ഒരുമാതിരി ആളുകൾ, എല്ലാവരും അല്ല കേട്ടോ, ഇവിടെ എല്ലാ കൂട്ടരും ഉണ്ടേ. അപ്പം ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ശരിക്കും അറിയാവുന്നവരും ജ്ഞാനികളും ഉണ്ടാവും. ഞാൻ പറയാം, സാധാരണക്കാരുടെ കാര്യമാണ് ഞാൻ പറയണത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ത്രികാല ജ്ഞാനം, കഴിഞ്ഞു പോയത് ഭൂതം
വരാനിരിക്കുന്നത് ഭാവി, വർത്തമാനം എല്ലാറ്റിനെ കുറിച്ചും നല്ല പോലെ അറിവുള്ള ആള്, നന്നായിട്ട് അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. ഈ സത്രശാലയെ സംബന്ധിച്ചോളം ഇത് ഇങ്ങനെയാണ്, ഇവിടെ സ്റ്റേജ് ഇങ്ങനെയാണ്, ഇത്ര ആളുകളാണ് ഇത് ഇപ്പം വന്നത്, ഇത്ര പേര് ഊണ് കഴിച്ചു, ഇത്ര പേര് തത്വപ്രഭാഷണം കേട്ടു എന്നുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തരാൻ കഴിവുള്ള ഒരാൾ യഥാർത്ഥത്തിൽ ജ്ഞാനിയാണെന്നല്ലേ നമ്മൾ വിചാരിക്കുക, എല്ലാ അറിവുള്ളവർ. എന്നാൽ ഈ ലോകത്തിലത്തെ, ഈ ജഗത്തിലത്തെ സർവ്വ ന്യൂസും സർവ്വകാര്യങ്ങളും എല്ലാ വിവരങ്ങളും വിഷയങ്ങളും അറിഞ്ഞ ആളാണെങ്കിലും ഇതെല്ലാം സത്യമല്ല, മിഥ്യയാണ് എന്നറിയണം. അതാണ് ജ്ഞാനം. അവിടെയാണ് പോയിന്റ്. നമ്മൾക്ക് പറ്റുന്ന തകരാറ് എങ്ങനെ നമ്മളുടെ എന്ത് ഭക്തി എന്ന് പറഞ്ഞത് തന്നെ എരപ്പാളി ഭക്തിയെ ശരിയായ ഭക്തിയാണെന്ന് വിചാരിച്ചിരിക്കണത്. അതുപോലെ എല്ലാം അറിയണ ആളുകളെ ജ്ഞാനി എന്ന് വിചാരിക്കും. എല്ലാം അറിഞ്ഞാൽ പോരാ, പ്രധാനമായിട്ടും അറിയേണ്ടത് ഇത് മുഴുവനും മിഥ്യയാണ്. എന്താ കാരണം മിഥ്യയാണെന്ന് പറയാൻ? യദൃശ്യം തദ് നശ്യം. നമുക്ക് കാണപ്പെടുന്ന ഏത് വസ്തു ഉണ്ടോ അത് നാശസ്വഭാവമുള്ളതാണ്, അത് നശിച്ചു പോവും. 10 കൊല്ലം മുമ്പ് 11 കൊല്ലം മുമ്പ് ഇവിടെ എന്താണോ നമ്മളുടെ നൈമിഷാരണ്യം ഉണ്ടായിരുന്നു, ഇവിടെ അരിക്കണ്ടായിരുന്നു. ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ നൈമിഷാരണ്യം ഉണ്ടാവുമോ എന്തോ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ സ്വാമിജിക്ക് വിഷമാവും. ഉണ്ടാവണമെന്ന് തന്നെയാണ് സ്വാമിജിയുടെ ആഗ്രഹം. നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇത് സ്ഥായിയല്ല. ഇവിടെയുള്ളത് ഒന്നും നമ്മൾ ആരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമില്ല, അതൊക്കെ മിഥ്യാന്നാണ് പറയുന്നത്. അത് നമ്മൾ സമ്മതിക്കും. എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് അത് എത്രയും പേര് ഇരിക്കണത്, എൻ്റെ കാതുകൊണ്ട് കേൾക്കണുണ്ട് ഓരോന്ന്, ഇതൊക്കെ എൻ്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇന്ദ്രിയഗോചരമായിട്ടുള്ളത് ഒന്നും സത്യമല്ല, അതൊക്കെ മിഥ്യയാണെന്ന് ശങ്കരാചാര്യരാട്ടോ പറയണേ. ഇതെങ്ങനെയാ ശരിയാവുക? അപ്പം നമുക്കത് ബോധിപ്പിക്കാൻ വേണ്ടി ആചാര്യർ ഒരു സൂത്രം ചെയ്തു. എന്നറിയാമോ? വ്യാവഹാരിക സത്ത എന്നും പാരമാർത്ഥിക സത്ത എന്നും 2 സത്യമുണ്ട്. വ്യവഹാരത്തിൽ വരുമ്പോൾ നമ്മൾ പറയണതൊക്കെ ശരിയാകട്ടോ, പക്ഷെ പരമാർത്ഥം പറഞ്ഞാൽ നിങ്ങൾ ആരാ? ഭഗവത് സ്വരൂപങ്ങളല്ലേ, ഭഗവാൻ മാത്രമല്ലേ ഉള്ളൂ, മറ്റൊന്നും ഇല്ലാന്നല്ലേ പറഞ്ഞത്. ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഏത് തത്വമസി എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് ഞാൻ പറഞ്ഞില്ലേ വന്നുടനെ. അതാവുമ്പോൾ നോക്കണത് മുഴുവനും ബ്രഹ്മമായിട്ടാ കാണുക. ഇതിങ്ങനെയായിട്ട് ഇതൊന്നും കാണില്ല, ഇതിനൊന്നും ഇതെല്ലാം ബ്രഹ്മം തന്നെ, വേറെ ഒന്നുമില്ല എന്ന്. അത് ജ്ഞാനിക്കേ അത് കാണുള്ളൂ, അജ്ഞാനിക്ക് കാണില്ല. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തരാൻ ഞാൻ ഒരു സൂത്രം ചെയ്യാം. എത്ര പേരിലുണ്ട്? 5 പേരില്ല, തികച്ചുണ്ട് അല്ലേ? 1 2 3 4 5. നോക്കിക്കോളൂ, എനിക്കൊരു വൈകല്യം ഉണ്ട് കേട്ടോ. ഞാൻ വലത്തേക്കൈ മനഃപൂർവ്വം കാണിച്ചത്. എൻ്റെ ഇടത്തേക്കൈയിൽ 4 വിരലേ ഉള്ളൂ. 4 വിരലേ ഉള്ളൂ. നോക്കൂ, 1 2 3 4. 5ാമത്തെ വിരലില്ല. വിശ്വസിച്ചോ? എന്തുകൊണ്ടാ വിശ്വസിക്കാത്തത്? അത് 4 എന്നുള്ളത് ഒന്ന് നല്ലോണം ഇങ്ങനെയൊക്കെ ഒന്ന് കാട്ടൂ എന്ന് പറയും. അങ്ങനെ കാട്ടുമ്പോണ്ടോ ഒരെണ്ണം ഇങ്ങനെ ഒളിഞ്ഞിരിക്കുക. ഇതിനെ പിടിച്ചൊന്ന് വലിക്കാൻ നോക്കൂ. വലിച്ചു വെച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, 10 വിരലുണ്ട്. അപ്പം നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കണതും എല്ലാത്തിനെയും നമ്മൾ എങ്ങനെയാ വിശ്വസിക്കുക? നല്ലോണം നോക്കിയാലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഒറ്റ നോട്ടത്തിൽ നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. ഇനി ഒരു PC സർക്കാർ എന്നും പറഞ്ഞ് ഒരു ഇന്ദ്രജാലക്കാരനുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ചെറുപ്പത്തിൽ. അയാളുടെ ഇന്ദ്രജാലം കാണാൻ ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടി പോയി ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ അയാളിത് വലിയൊരു ഈ ശവപ്പെട്ടി പോലെയുള്ള ഒരു പെട്ടി, ആ പെട്ടി തുറന്നു വെച്ചു. എന്നിട്ടൊരു നല്ല സുന്ദരി പെണ്ണ്, പളന്ന് മിന്നണ സാരിയൊക്കെ കൊടുത്തിട്ട് ഒരു പെണ്ണ് വന്നു, ചുണ്ടൊക്കെ ചുമപ്പിച്ച്, എന്തൊരു സുന്ദരിയാ അവൾ. ഇതെൻ്റെപ്പാ. അവളെ ആ പെട്ടിക്കകത്ത് കിടത്തിയിട്ട് പെട്ടി മൂടിയിട്ട് ഒരു വലിയ അറക്കവാള് കൊണ്ടുവന്നു. ആ പെട്ടി ഇങ്ങനെ നെടുക്കെ ഇങ്ങനെ 2ആയിട്ട് മുറിച്ചു മാറ്റിയിട്ട് ഒരു കഷ്ണത്തിന് അങ്ങോട്ടും തള്ളി, ഒരു കഷ്ണത്തിന് ഇങ്ങോട്ടും തള്ളി. എൻ്റെ കണ്ണിൽ ചോര വന്നു കേട്ടോ അത് കണ്ടപ്പോൾ. ഈശ്വരാ, ഈ ഒരു പെൺകുട്ടിയെ ഇയാൾ ഇങ്ങനെ എത്ര വയറ്റുപഴപ്പാണെങ്കിലും അതിനെങ്ങനെ ചെയ്തതെന്ന്. പക്ഷെ ചോരയൊന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ 2 എണ്ണത്തിനും കൊണ്ടുവന്ന് വെച്ച് കൂട്ടി വെച്ചു, ഒരു പശ വെച്ച് ഒട്ടിച്ചു. എന്നിട്ട് പെട്ടി തുറന്നു. പെണ്ണ് എണീറ്റ് വരുന്നു. ഇതേപോലെയുള്ള സൂത്രമാണ് ഭഗവാൻ ഇവിടെ കാണിക്കുന്നത്.
ഭഗവാൻ ലീലയാ ആണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ജ്ഞാനം നമുക്കുണ്ടാവണം. നമുക്കുണ്ടാവേണ്ട ജ്ഞാനം ഈ കാണുന്നതെല്ലാം മിഥ്യയാണ്, ഇതിൽ സത്യമില്ല, സർവം ഖല്വിദം ബ്രഹ്മ എന്നുള്ളതാണ് സത്യം. അതിലിങ്ങനെ ഓരോന്ന് വേഷം കെട്ടി ഓരോ പാവകളെ പോലെ ഓരോന്നിനെ ആക്കിയിട്ട് കളിക്കുക ചെയ്യണത് മൂപ്പര്. ആ കളിയിൽ നമ്മൾ പെട്ടുപോകരുത്. നമ്മളെ വളർത്തി വലുതായി കല്യാണം കഴിച്ചു, എന്താ സന്തോഷം, കുഞ്ഞുണ്ടായി എന്താ ഒരു സന്തോഷം. കേൾക്കണ ഒരു കഥ. യമശരീര ഗോപ്താരം ഭൂഗോപ്താരം വസുന്ധര അസതീവ ഹസത്യന്തം സ്വപതിം പുത്രവത്സലം എന്ന് പറഞ്ഞൊരു നല്ല ശ്ലോകമുണ്ട് കേട്ടോ. ഈ യമധർമ്മരാജാവുണ്ടല്ലോ, കാലമാടൻ, അയാള് ഈ ശരീരഗോപ്താരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റു, മുഖമൊക്കെ കഴുകി, പിന്നെ ഇങ്ങനെയൊക്കെ വെച്ചു, ഇതൊക്കെ റെഡിയാക്കി, പിന്നെ കയ്യിൽ ഇവിടെ എന്താ ഒരു ഞൊണലുണ്ടല്ലോ, ഒരു ഓയിൻമെൻറ്റ് വരട്ടി ഒക്കെ എല്ലാം റെഡിയാക്കി വൃത്തിയാക്കി ഒരാൾ സൂക്ഷിച്ച് കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് നോക്കുക. അപ്പം നന്നായിട്ടുണ്ട് കേട്ടോ എന്ന്. അവരെ കാണുമ്പോഴേ ഈ യമധർമ്മരാജാവിൻ്റെ കൂട്ടുകാരത്തിൻ്റെ ഗേൾ ഫ്രണ്ട് ഭൂമിദേവി ഗേൾ ഫ്രണ്ട്, ഇത് ബോയ് ഫ്രണ്ട്, രണ്ടുപേരും കൂടി ഇരുന്ന് കാണുക, മുകളിൽ ഇരുന്നോണ്ട് ചോട്ടിലേക്ക് നോക്കുക. അപ്പം ഇയാളിങ്ങനെ എന്നിട്ട് യമധർമ്മരാജാവ് പറയുക, നോക്കൂ കഷ്ടം, ഇവൻ കാര്യമായിട്ട് ഈ ശരീരത്തിന് എൻ്റെ ശരീരം എന്ന് പറഞ്ഞ് നോക്കുക, നാളെ ഉച്ചയ്ക്ക് ഒരു 3-3:30 മണിയാകുമ്പോൾ ഞൊട്ടാനുള്ളതാ. അപ്പോൾ ഭൂമിദേവി പറയുക, അതുപോട്ടെ, ഇയാളുടെ അതിർത്തി നിർണയിച്ച് കരിങ്കല്ലും കൊണ്ട് മതിൽ കെട്ടിയേക്കുക. ഭൂമി ആരുടെയാ? എൻ്റെ. അയാള് കരിങ്കല്ലും കൊണ്ട് കെട്ടി വെച്ചേക്ക, ഇത്ര എൻ്റെയാന്നും പറഞ്ഞ്. നാളെ ഉച്ചയ്ക്ക് 3:30 മണിയാകുമ്പോഴേക്കും അതിൻ്റെ അവകാശി മാറി. ഇവൻ മരിച്ചാൽ ഉടനെ അനന്തരാവകാശികള്, ലീഗൽ ഹെയർ അയാൾക്കയ്യത് അല്ലേ. എന്നിട്ട് അവനത് മനസ്സിലാക്കണില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി വായ പൊത്തിച്ചിരിക്കുക അത്രേ. ഈ ചിരിയെ കവി ഒരു ചിരിയുമായിട്ട് ഉപമിച്ചിട്ടുണ്ട്. അത് ഇവിടെ വെച്ച് പറയാൻ കൊള്ളില്ലെങ്കിലും ഞാൻ പറയാം, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല തോന്നുന്നു. ഒരു വേശ്യാസ്ത്രീ കുറേ കാലം വേശ്യാവൃത്തിയൊക്കെ നടത്തിയിട്ട് കുറേ പൈസയൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് തോന്നി ഇനി എനിക്ക് ഡീസൻ്റായിട്ട് ജീവിക്കണമെന്ന്. അപ്പോൾ ഡീസൻ്റായിട്ട് ജീവിക്കണമെങ്കിൽ എന്താ വേണ്ടേ? ഒരാളെ കല്യാണം കഴിച്ച്, അല്ലേ, അങ്ങനെയല്ലേ ഡീസൻ്റായിട്ട് ജീവിക്കുക? കല്യാണം കഴിച്ച് അയാളുടെ കൂടെ ജീവിക്കുക. അവൾ ദൈവഗത്യ അവൾക്കൊരു നല്ല ഒരു ഭർത്താവിനെ കിട്ടി. കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുമ്പോൾ ആ ദാമ്പത്യ ജീവിതത്തിൽ അവൾക്ക് ഗർഭമുണ്ടായി. അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞിനെ 10 മാസമേ അവൾ വയറ്റിൽ വച്ചിട്ട് അതിനെ ചുമന്നിട്ടുള്ളൂ. അത് പുറത്തേക്ക് വന്നപ്പോൾ തുടങ്ങി അവളുടെ ഭർത്താവ് എൻ്റെ പുഞ്ഞാരമോനെ, എൻ്റെ കുഞ്ഞെ, എൻ്റെ പഞ്ചാരെ എന്നും പറഞ്ഞുകൊണ്ട് അതിന് ഉമ്മ വയ്ക്കലും അത്ര സന്തോഷമായി അയാൾക്കൊരു കുഞ്ഞുണ്ടായി എന്നും പറഞ്ഞു. ഈ വേശ്യാസ്ത്രീക്ക് ഇരിക്കുക അത്രേ, ആർക്കുണ്ടായതാണോ ആവോ, ഇവൻ വലിയ കാര്യമായിട്ട് എൻ്റെ എന്നും പറഞ്ഞ് നടക്കണമെന്ന് ഇങ്ങനെ കളിയാക്കി ചിരിക്കും. ആ ചിരി പോലെയാണ് ഭൂമിദേവി യമധർമ്മരാജാവ് നമ്മളെ നോക്കി ചിരിക്കണേന്ന്. നമ്മളെല്ലാവരും വ്യഭിചാരികളാണെന്നല്ലേ അതിൻ്റെ അർത്ഥം? അങ്ങനെയല്ലേ യമധർമ്മരാജാവും ഭൂമിദേവിയും കൂടി പറഞ്ഞ് നമ്മളെ ചിരിക്കണത്? ഈ ഇതിന് നിന്നു കൊടുക്കരുത് കേട്ടോ. ഈ ശരീരം എൻ്റെ അല്ല, ഈ പഞ്ചകോശ നിർമ്മിതമായ ശരീരം, ഈ എന്താണ് അന്നമയകോശം എൻ്റെ അല്ല, പ്രാണമയകോശം എൻ്റെ അല്ല, മനോമയകോശം എൻ്റെ അല്ല, വിജ്ഞാനമയകോശം എൻ്റെ അല്ല, ആനന്ദമയകോശം എൻ്റെ അല്ല. അതിൻ്റെ ഉള്ളിലുള്ള പൊരിയുണ്ടല്ലോ, അത് മാത്രമാണ് ഞാൻ. അതിനെ വർദ്ധിപ്പിക്കാനുള്ള വഴിയാണ് ഞാൻ നോക്കേണ്ടത്, ഇതിനെ പോഷിപ്പിക്കാനുള്ള വഴിയല്ല. മനസ്സിലായോ? മോക്ഷപ്രാപ്തിയിലേക്കുള്ള അടുത്ത വഴി. ഇനി ഇതൊക്കെ പറഞ്ഞ ശങ്കരാചാര്യരാണ് കേട്ടോ. ശങ്കരാചാര്യരാണ് ഇതൊക്കെ പറഞ്ഞത്. പരമജ്ഞാനിയാണ്, എന്തിനെ കണ്ടാലും ബ്രഹ്മമാണെന്ന് പറയുന്ന ആളാണ്. ഒരിക്കൽ ഇങ്ങോട്ട് പറ്റുപറ്റി. ഭക്തിയുടെ കാര്യത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയി. പരമഭക്തനായ നാരദർക്കൊരു പറ്റുപറ്റി. ആ കഥ നിങ്ങൾക്കറിയാം. നാരദൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്, നാരായണ 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 എന്ന് പറഞ്ഞ് വൈകുണ്ഠത്തിലെത്തി. അപ്പം നാരായണ ഭഗവാൻ ചോദിച്ചു, നാരദരെ, എങ്ങനെയാ ഭൂമിയിൽ എല്ലാവരും പരമപ്രേമരൂപയായ ഭക്തിയും കൊണ്ടാണോ നടക്കണത്? അമൃതസ്വരൂപമായ ഭക്തി, വളരെ ആനന്ദത്തോടു കൂടിയല്ലേ ജീവിക്കണം ചോദിച്ചു. അങ്ങനെയൊന്നും അല്ലപ്പാ, ഞാൻ നോക്കിയല്ലോ, എനിക്ക് മാത്രമേ ഈ പരമപ്രേമരൂപയായ ഭക്തി കാണാനുള്ളൂ, ബാക്കിയൊക്കെ അരപ്പാളികളാ. അങ്ങനെയല്ലല്ലോ, ഒരാളുണ്ടല്ലോ നാരദരെ, ഞാൻ കാണിച്ചു തരാം, വരൂ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നു. നമ്മുടെ നാട്ടിൽ തന്നെയാണ് കേട്ടോ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെയാണ് ഈ എല്ലാം ഉള്ളത്. വന്നിട്ട് ഒരു എണ്ണപ്പാണ്ടി, ഒരു എണ്ണ വിൽക്കണ ആള്, അയാളുടെ വീട്ടിലേക്ക്, കഥ അറിയാമോ നിനക്ക്? എണ്ണപ്പാണ്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന്, ഇതേ ഈ എണ്ണപ്പാണ്ടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞവൻ, അവൻ നിന്നേക്കാളും ഭക്തിയുള്ളവനാണ്, പരമ പ്രേമരൂപമായ ഭക്തിയുള്ളവനാണ്. അപ്പോൾ നാരദൻ വേഗം ചോദിച്ചു, അതെ എപ്പോഴാ എണീക്കുക? ഒരു 6 മണിയോ 7 മണിയോ? അല്ല ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീക്കില്ലേ? ഇല്ല.
പിന്നെയോ കുളിക്കില്ല, രാവിലെ കുളിക്കില്ല കേട്ടോ. പല്ലൊക്കെ തെറ്റി മുഖം കഴുകി എന്തെങ്കിലും കഴിച്ചിട്ട് പാത്രവും കൊണ്ട് പോകും എണ്ണ വെക്കാനായിട്ടേ. വൈകുന്നേരം ആകുമ്പോൾ കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ട് കുളിച്ചിട്ട് വന്നിട്ട് ഭക്ഷണം കഴിച്ചെടുക്കും. അപ്പോൾ ഈ ഭഗവാനെ നാമം ചൊല്ലാറില്ലേ? നാമമായിട്ട് അങ്ങനെ ചൊല്ലാറൊന്നുമില്ല. 2 പ്രാവശ്യം നാമം ഭഗവാനെ എന്ന് വിളിക്കും. ഒരു പ്രാവശ്യം എങ്ങനെയാ വെച്ചാൽ ഞാൻ ഇതെടുത്ത് തലയിൽ വെക്കുമ്പോൾ, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് കീഴ്പോട്ടേക്ക് ചോട്ടിലേക്ക് ഇറക്കി വെക്കുമ്പോൾ, അങ്ങനെ 2 പ്രാവശ്യം. അപ്പം നാരദർ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി, ഇയാള പരമഭക്തൻ, ഇയാള അമൃതസ്വരൂപമായിരിക്കുന്ന ആനന്ദം അനുഭവിക്കണവൻ. അതേ, സംശയമുണ്ടോ നാരദരെ? ഉണ്ടപ്പാ, സംശയമുണ്ട്. നന്ദി, തീർത്ത് തരാം. ഒരു കിണ്ണം കൊണ്ടുവരാൻ പറഞ്ഞു. കിണ്ണത്തിൽ അയാളുടെ വീട്ടിലെ എണ്ണയുണ്ടല്ലോ, ഒരു കിണ്ണ എണ്ണ നിറച്ചെടുക്കണം കേട്ടോ. നിറച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കണം. ഈ കിണ്ണത്തിലെ എണ്ണ എടുത്തിട്ടേ എണ്ണ ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് വെക്കണം. ഒരു തുള്ളി പോലും ചൂടെ പോകരുത്. ആയിക്കോട്ടെ. ഇവൻ വേഗം വന്നു എണ്ണയെടുത്തു. ചുമ്മാ ഇതിനെ ഒരു പ്രദക്ഷിണം വയ്ക്കാൻ എത്ര നേരം വേണം? ഒരു 3-4 സെക്കൻഡ്. അത് കൊണ്ടുവന്ന് വെച്ചു. അടുത്ത നാരദരൊന്ന് ചെയ്യൂന്ന് പറഞ്ഞു. നാരദർ വന്നു നോക്കിയപ്പോൾ എണ്ണ ഇങ്ങനെ നിറഞ്ഞിരിക്കുക. അപ്പം അത് എടുത്തപ്പോഴേക്കും അയ്യോ, ഇത് തുളുമ്പരുതല്ലോ, തുളുമ്പിയ ഭക്തിയില്ല എന്നല്ലേ അർത്ഥം, തുളുമ്പാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കി ഒരു പ്രദക്ഷിണം വെച്ച് വന്നപ്പോൾ 15 മിനിറ്റ്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, കണ്ടോ ഇതെങ്ങനെയാണ് സാധിച്ചത്? അപ്പോൾ ആ എണ്ണപ്പാണ്ടിയോട് ചോദിച്ചു, എങ്ങനെയാടാ നീ എങ്ങനെയാ ഇത്ര വേഗം? അതൊന്നുമില്ല, ആ എണ്ണ കയ്യിലെടുത്ത് ഞാൻ ഭഗവാനെ തുളുമ്പല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുളുമ്പിപ്പോയ ആരുടെയാ കുറ്റം? ഭഗവാന് നാണക്കേടില്ലാണ്ടിരിക്കണമെങ്കിൽ ഭഗവാൻ ആ എണ്ണ തുളുമ്പാണ്ട് കൊണ്ടിരിക്കണം. നാരദർ എത്ര പ്രാവശ്യം എപ്പോഴും നാരായണ ജപിക്കുന്ന ആളല്ലേ. എൻ്റെ ഭഗവാനെ ആ എണ്ണ കണ്ടപ്പോൾ തുടങ്ങി എണ്ണക്കിണ്ണം ചോട്ടിൽ വെക്കണവരെ ഒരു തുള്ളി തുളുമ്പിയില്ല കേട്ടോ. നാരദരുടെയും തുളുമ്പിയില്ല. പക്ഷെ 15 മിനിറ്റാ എടുത്തത്. കണ്ടോ, നീ അത് എന്നിൽ അർപ്പിച്ചിരുന്നെങ്കിൽ ചുമ്മാ കൂടെ കോരി എടുക്കുക, ഒരു പ്രദക്ഷിണം വെക്കുക. കണ്ടോ, ഇതാണ് നാരദന് പറ്റിയ. അപ്പൊ നമുക്ക് പറ്റാണ്ടിരിക്കുവോ? പരമപ്രേമരൂപിയായ ഭക്തി വന്ന ആൾക്കാണ് ഈ പറ്റിയത്. അതുപോലെ ശങ്കരാചാര്യർക്കൊരു പറ്റി. ശങ്കരാചാര്യർ എല്ലാം ബ്രഹ്മമയം എന്ന് നടന്നിരുന്ന ആള് എന്താ ഉണ്ടായി എന്നറിയാവോ? ഒരിക്കൽ സത്യാചാര്യസ്യ ഗമനേ കഥാചിൻ മുക്തിദായകം കാശീക്ഷേത്രം പ്രതി സഹ ഗൗര്യാമാർഗേ തു ശങ്കരം അന്ത്യവേഷധരം ദൃഷ്ട്വാ ഗച്ഛേതി ചാബ്രവീദ് ശങ്കരസോപി ചാണ്ഡാലസ്തം പുനഃപ്രാഹ ശങ്കരം അന്നമയാദന്നമയം അഥവാ ചൈതന്യമേവ ചൈതന്യാത് ദ്വിജപരദൂരീകർത്തും വാഞ്ഛതി കിം ബ്രൂഹി ഗച്ഛേരി. പറഞ്ഞുതരാം, അർത്ഥം ചെറിയതായിട്ട് പറയാം കേട്ടോ. എന്നിട്ട് ഒരു ചോദ്യവും കൂടി ചോദിച്ചു. കിം ഗംഗാമുനി ബിംബിതേംബരമണൈർ ചാണ്ടാലവാടി പയാം പൂരേ ചാന്തരമസ്തി കാഞ്ചനഘടി മൃത് കുംഭയോർവാംബരേ പ്രത്യക് വസ്തുനി നിസ്തരംഗ സഹജാനന്ദാവബോധാംബുധൗ വിപ്രോയം ശോപചോയം ഇത്യഭിമഹാൻ കോയം വിഭേദ ഭ്രമഃ. ആചാര്യരെ, അങ്ങ് വലിയ ജ്ഞാനിയാണല്ലോ, സർവം ബ്രഹ്മമയോ അല്ലേ. അപ്പം അങ്ങനെയുള്ള ആചാര്യര് ഈ ചണ്ടാള രൂപിയായിട്ട് ഒരാൾ വന്നു. ആചാര്യരുടെ മുമ്പിൽ ഒരു ചണ്ടാളം വന്നു പോണ വഴിക്ക്. ചണ്ടാളിനെ കണ്ടപ്പോൾ ഗച്ഛ എന്ന് പറഞ്ഞു, മാറിപ്പോ എന്ന് പറഞ്ഞു ആചാര്യര്. കാരണം എന്താ? ഞാൻ ബ്രാഹ്മണൻ, നീ ചണ്ടാളൻ. ചണ്ടാളൻ വെറുതെ വിട്ടില്ല. ചണ്ടാളൻ വെറും ചണ്ടാളനൊന്നുമല്ലേ, അത് പരമശിവൻ ചണ്ടാള വേഷത്തിൽ വന്നേക്കണതാ. ആചാര്യര്, താങ്കളല്ലേ പറയാറോ സർവം ബ്രഹ്മമയെന്ന്. ഇപ്പം എന്നോട് മാറിപ്പോവാൻ പറയണേ. ഇനിയിപ്പോൾ എൻ്റെ ശരീരത്തിനോടാണ് മാറിപ്പോവാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശരീരവും ആചാര്യരുടെ ശരീരവും തൊലിപ്പുറം ഇത്തിരി രോമം, ഉള്ളിൽ ചോര, മാംസം, എല്ല്, ഇതൊക്കെ തന്നെയല്ലേ ഞരമ്പ്, ഇതൊക്കെ തന്നെയല്ലേ എൻ്റെ ഇതിലുള്ളൂ. പിന്നെ വല്ല ബ്ലഡ് ഗ്രൂപ്പിന് വല്ല വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ. അത് സാരല്ല. അപ്പോൾ ആ ശരീരം കൊണ്ട് ഈ ശരീരത്തിനെ മാറിപ്പോന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ രണ്ടുപേരും ഒരേപോലത്തെ ശരീരമുള്ളവരാ. അതല്ല, ഇനി ആചാര്യരുടെ ഉള്ളിലുള്ളതായ ചൈതന്യമുണ്ടല്ലോ, ആ ബ്രഹ്മം, ആ ഭഗവാൻ, അതുകൊണ്ടാണ് നിന്നോട് മാറിപ്പോന്ന. എൻ്റെ ഉള്ളിലുള്ള ഭഗവാനോട് പറയുകയാണെങ്കിൽ അത് ഒരേ ഭഗവാന്റെ 2 തീപ്പൊരികളല്ലേ. ചണ്ടാളനിൽ വന്ന തീപ്പൊരിയും ആചാര്യൻ്റെ ഉള്ളിലുള്ള തീപ്പൊരിയും തമ്മിൽ എന്താ വ്യത്യാസമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ആചാര്യരെ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? അങ്ങാണെങ്കിൽ ഈ ആനന്ദാബ്ദിയിൽ മുങ്ങിക്കുളിച്ച്, ജ്ഞാനത്തിലേ മുങ്ങിക്കുളിച്ച് നടക്കണ ആചാര്യർക്ക് ഇങ്ങനെ ഭേദബുദ്ധി എങ്ങനെ ഉണ്ടായി? ഞാൻ ബ്രാഹ്മണൻ, നീ ചണ്ടാളൻ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ആചാര്യരെ തെറ്റിപ്പോയില്ലോ എന്ന് പറഞ്ഞു.
എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, സൂര്യബിംബം ഒരു ഗംഗാനദിയിലാണ് സൂര്യബിംബം വീണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിബിംബം നമുക്ക് കാണാം. ചണ്ടാലൻ്റെ ഉമ്മർത്തിൽ കൂടി ഒഴുകണ അഴുക്ക് ചാലിലാണെങ്കിലും സൂര്യൻ്റെ ബിംബം പ്രതിബിംബിക്കും. ബിംബത്തിനോ പ്രതിബിംബത്തിനോ വ്യത്യാസമുണ്ടോ? വ്യത്യാസം ഈ വെള്ളത്തിന് മാത്രമല്ലേ ഉള്ളൂ. ഒരു സ്വർണ്ണക്കുടം, അതിൻ്റെ ഉള്ളിൽ വായു, ഒന്നുമില്ല വായു. ഒരു മൺകുടം, അതിൻ്റെ ഉള്ളിലും വായു. അത് രണ്ടും ഒന്ന് സ്വർണ്ണക്കുടാണെന്നും പറഞ്ഞുകൊണ്ട് സ്വർണ്ണവായു വരുമോ? ഇല്ല. രണ്ടും ഒന്ന് തന്നെയല്ലേ. എന്തേ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ശങ്കരാചാര്യർ ഉടനെ തന്നെ നീണ്ടു നമസ്കരിച്ചു. ഈ തത്വം എന്നെ ഓർമ്മിപ്പിച്ച് തന്നത് ചണ്ടാളനാണെങ്കിലും ബ്രാഹ്മണനാണെങ്കിലും നിങ്ങൾ എൻ്റെ ഗുരുവാണ് എന്നും പറഞ്ഞ് നമസ്കരിച്ചു. അവിടെ ആചാര്യരുടെ അഭിനയം കാണിച്ചു. തെറ്റുപറ്റി പോകും. നമ്മൾ ഭക്തിമാർഗത്തിൽ കൂടി പോകുമ്പോൾ പരമപ്രേമരൂപിയായ ഭക്തി വരണ്ടോ നോക്കിയിട്ട് വരണുണ്ടെന്നറിഞ്ഞാൽ സന്തോഷിക്കേണ്ട കേട്ടോ. നാരദന് പറ്റിയ പറ്റൂ. ഇനി ജ്ഞാനത്തിലേക്ക് നമ്മൾ കുറേശ്ശെ നമുക്ക് ഈ ഭക്തി മൂത്ത ജ്ഞാനം വരും. ഭക്തി വരാനാ ബുദ്ധിമുട്ട്. ഭക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ കാലക്രമേണ ജ്ഞാനം വരും. ജ്ഞാനം വന്നാലും ശങ്കരാചാര്യർക്ക് വരെ ഇത് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അഹങ്കരിക്കരുത്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൽ ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട്. ഭക്തി ഇപ്പം നമ്മുടെ ഉള്ളിൽ അരപ്പാളി രൂപത്തിലാണെങ്കിലും പരമപ്രേമ രൂപത്തിലാകാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതിലുള്ള പ്രാർത്ഥന നമുക്കറിയാം ഇപ്പോൾ ഇല്ലേ. അത് കഴിഞ്ഞാൽ ഈ ഭക്തി മൂത്ത് ജ്ഞാനം, ഈ അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഹ എന്ന് പറയണത്. അജ്ഞാനം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് 4 പേരല്ലേ. ഈ ചിലർ ചിലപ്പോൾ വിശ്വസിച്ചിട്ടുണ്ടാവും. അത് അജ്ഞാനത്തിൽപ്പെട്ടിട്ടാണോ അല്ലയോ എന്നുള്ളത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. സന്ധ്യാസമയത്ത് മന്ദ അന്ധകാരത്തിൽ ഒരു സാധനം ഇങ്ങനെ വളഞ്ഞു കിടക്കുക. അത് പാമ്പാണോ ആവോ? നല്ലോണം വെളിച്ചല്ലേ? അതോ കയറാണോ? അതിന് ഇളകണ പോലെയുണ്ട്, പത്തിയുള്ളത് പോലെയുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും വെളിച്ചമില്ലാത്തതുകൊണ്ടേ. ഒരു ടോർച്ച് അടിച്ച് നോക്കിയാൽ ഇത് വെറും കയറാട്ടോ, പാമ്പൊന്നുമല്ല. അപ്പം എൻ്റെ പേടി മാറി. നമുക്ക് ഭയം മാറണമെങ്കിൽ സത്യാവസ്ഥ നമ്മൾ അറിയണം. ജ്ഞാനിയായാൽ മാത്രമേ നമുക്ക് ഭയം പരിപൂർണമായിട്ടും മാറുള്ളൂ. അപ്പോൾ നമുക്ക് ജ്ഞാനിയെ ഇവിടെ നിർത്താം. ഇനി ഒന്നുകൂടി ഉണ്ട്, 5 മിനിറ്റേ ഉള്ളൂ വൈരാഗ്യത്തിന്. അത് പിന്നെ ഒരു സമാധാനമുണ്ട്. ഇതൊക്കെ ഉള്ളിലുണ്ട്. ഏത്? ഭഗവാൻ ഉള്ളിലുണ്ട്, ഭക്തി ഉള്ളിലുണ്ട്, ജ്ഞാനം ഉള്ളിലുണ്ട്. അജ്ഞാനം കൊണ്ട് മൂടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ അജ്ഞാനമറിയെ മുറിച്ച് കളഞ്ഞാൽ ജ്ഞാനം ഉള്ളിൽ തന്നെയുണ്ട്. അജ്ഞാനമറിയെ എങ്ങനെയാണ് മുറിക്കാമെന്നറിയാവോ? ഒറ്റ വാചകത്തിൽ പറയാം, ധ്യാനിക്കുക. മനസ്സിനെ ഏകാഗ്രമാക്കി പഞ്ചേന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിച്ച് ബുദ്ധിയെ കൂർമ്മിപ്പിച്ച് വെച്ചാൽ ആ കൂർത്ത ബുദ്ധിയും കൊണ്ട് ആ അജ്ഞാനത്തിനെ മുറിച്ച് കളയാൻ സാധിക്കും. അതിന് 1 ദിവസം 2 ദിവസം ഇങ്ങനെ ഇരുന്ന് ധ്യാനിച്ചാൽ പോരെ. ധ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് ധ്യാനമറിയാവുന്ന ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കി പഠിച്ച് അതുപോലെ പ്രവർത്തിച്ചുകൊണ്ട് വന്നാൽ തന്നെത്താനെ അജ്ഞാനമറ നീങ്ങും, ജ്ഞാനം വരും. ഇനി വൈരാഗ്യമാണ്, അത് പറയാൻ ബുദ്ധിമുട്ടേ ഇല്ല. അത് നമ്മുടെ ഉള്ളിലേ ഇല്ല. വൈരാഗ്യം നമ്മുടെ ഉള്ളിലേ ഇല്ല. അയലൊക്കത്തൊന്നും നിൽക്കണേ ഉള്ളൂ. അതിനുള്ളിലേക്ക് കയറാൻ സ്ഥലമില്ല. എന്താ കാരണം എന്നറിയാമോ? നമ്മുടെ ഉള്ളിൽ വൈരാഗ്യം ഇരിക്കേണ്ട സ്ഥാനത്ത് വൈരാഗ്യം ഇല്ലെങ്കിൽ നമുക്ക് മോക്ഷപ്രാപ്തി അത് വേണ്ടേ? അതെല്ലാവർക്കും വേണമല്ലോ. സമാധാനമായ ജീവിതവും സുഖമായ മരണവും പുനർജന്മം ഇല്ലായേയും അത് വേണമെങ്കിൽ ഈ വൈരാഗ്യം വേണം. വൈരാഗ്യം ഇല്ലേനും അപ്പം എന്താ ചെയ്യുക? അതിൻ്റെ ഉള്ളിലെ വൈരാഗ്യത്തിനെ വരത്താതെ നിർത്തണ സാധനങ്ങൾ ഏതാണെന്നറിയാമോ? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ദമ്പം, ദർപ്പം, ഇങ്ങനെ പോയൊക്കെ സംസ്കൃത പദങ്ങളാ. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ, കുനിഷ്ട്, എന്താണോ കണ്ടുകൂടായ്യ, അഹങ്കാരം, ഇങ്ങനെയുള്ളത് ഇവരെല്ലാം അക്ഷൗഹിണി കണക്കിന് നമ്മുടെ ഉള്ളിലുണ്ട്. ഇല്ലാന്ന് പറയണ്ട, അക്ഷൗഹിണി കണക്കിന് ഇവരെയൊക്കെ ഓരോന്നായിട്ട് ഓടിക്കണം. ഒരു കൈ കൊണ്ട് ഭഗവാന് മുറുക്ക പിടിക്കണം. പിടിച്ചിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഈ ഓരോരോ കേടുകളെ അങ്ങോട്ട് നീക്കുക. അതെല്ലാ കേടുകളെയും ഞാൻ പറയണില്ല. കാമം, ഡിസയർ, ആഗ്രഹം, തൃഷ്ണ, ഇതിനെയാണ് ആദ്യം ഓടിക്കേണ്ടത്. എപ്പം നമുക്കൊരു കാര്യത്തിൽ ആഗ്രഹം വന്നോ അപ്പം നമ്മളതിനെ പിഴുതു കളയുക, അത് വേണ്ട വയ്ക്കുക. എത്ര വലിയ ആഗ്രഹമാണെങ്കിലും ഇതൊക്കെ മേടയിൽ പറയാനേ കൊള്ളുള്ളൂ എന്ന് വിചാരിക്കേണ്ട, പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. പക്ഷെ വളരെ പതുക്കേ പറ്റുള്ളൂ. ആദ്യം ഭക്തി വരട്ടെ, പരമപ്രേമരൂപിയായ ഭക്തി വരട്ടെ, അത് മൂത്തി ജ്ഞാനം വരട്ടെ, എന്നിട്ട് പിന്നെ വൈരാഗ്യം വരും. വൈരാഗ്യത്തിനെ ഞാൻ വിചാരിച്ചതുപോലെ പറയാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല. എന്നാലും ഒരു കാര്യം, ഒരു സംഗതി പറയാം. ഈ ശരിക്കും വൈരാഗ്യം എന്താണെന്നറിയാമോ? നിങ്ങൾക്കൊരു കഥ അറിയാം. ദധീജി മഹർഷിക്ക് വന്നിട്ട് ഇന്ദ്രൻ ചോദിച്ചേ, ആ നട്ടെല്ലൊന്ന് തരാമോ, മുതുകല്ലൊന്ന് തരുമോ? ഈ
വൃത്രാസുരനെ കൊല്ലാനായിട്ടേ ദധീചി മഹർഷിയുടെ മുതുകല് വേണം അത്രേ. മഹർഷി എന്താ പറഞ്ഞ, അത് കൊള്ളാം, അത് തരില്ല എന്നല്ല പറഞ്ഞത്. ഓ അങ്ങനെയാണെങ്കിൽ ആയിക്കോളൂ, എൻ്റെ മുതുകല്ലും കൊണ്ട് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഈ ശരീരം പോയിക്കോട്ടെ, മുതുകല്ല് എടുത്തോളാൻ പറഞ്ഞു. ആ മുതുകല്ലും കൊണ്ടാണ് അത്രേ അല്ലേ വജ്രായുധം ഉണ്ടാക്കിയതും വൃത്രാസുരനെ കൊന്നതും ദേവന്മാർക്ക് എല്ലാവർക്കും സമാധാനമായി. ദധീചി ഒരാളല്ലേ പോയുള്ളോ അല്ലേ? ഇനി വേറെ ഒരു കഥ പറയാം. ഇത് മഹർഷിയുടെയും ആൾക്കാരുടെയൊക്കെ കഥ പറഞ്ഞാൽ നമുക്ക് അത്രയും വിശ്വാസമൊന്നുമില്ല. ഒരു പശു, അതിൻ്റെ പേര് പുണ്യകോടി എന്നായിരുന്നു. അവൾ ഈ കാളിന്തി നദിയുടെ തീരത്ത് മറ്റുള്ള പൈക്കളുടെ കൂടെ മേഞ്ഞ് നടന്നിരുന്നു. അവൾക്കൊരു ചെറിയ കിടാവും ഉണ്ട്. അവരിങ്ങനെ മേഞ്ഞു നടക്കുമ്പോൾ ഒരു ദിവസം ഈ പുണ്യകോടി കൂട്ടം തെറ്റിയിട്ട് അവളെവിടെയോ തെറ്റിയിട്ട് ഒരു കാട്ടിലേക്ക് കയറിപ്പോയി. അപ്പോണ്ടോ ഒരു പുലി, പടുകഴവൻ പുലി ഇങ്ങനെ സന്തോഷമായിട്ട് വരണം. എത്ര നാളായി ഞാനൊരു ഗോമാംസം തിന്നണമെന്ന് വിചാരിച്ചിട്ട്, ഇന്ന് നീ വന്നില്ലേ, നീ ഓടിപ്പോവണ്ട കേട്ടോ, നിന്നെ ഞാൻ പിടിച്ച് ഇപ്പം തന്നെ കൊല്ലും തിന്നും എന്ന് പറഞ്ഞ് അവിടെ നടുക്കിലേക്ക് ഓടാൻ വയ്യ കളവനെ. വയസ്സായിട്ടേ അംഗം കലിതം ബലിതം ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ കിഴവനാണെങ്കിലും അവന് ഗോമാംസം തിന്നണമെന്ന് മോഹം ഉണ്ടായി. അവൾ വേഗം എന്ത് ചെയ്തു, അവിടെ തന്നെ ശാന്തമായിട്ട് നിന്നു. പറയണതൊക്കെ കേട്ടു. അവൾക്ക് എന്താ തോന്നിയെന്നറിയാമോ? പാവം പുലി, എത്ര കാലമായി പശുവിനെ എടുക്കുന്ന ഒരു ഗോമാംസം വേണമെങ്കിൽ എൻ്റെ ശരീരത്തിന് അങ്ങോട്ട് മാംസം എടുത്ത് തിന്നോട്ടെ. പെട്ടെന്ന് അവൾക്കൊരു ഓർമ്മയുണ്ടായി. ഓ ഇപ്പം തന്നെ പാടില്ല, അരമണിക്കൂറെങ്കിലും ഞാൻ ചോദിച്ചു നോക്കട്ടെ. അവിടെ അകിട്ടിലിങ്ങനെ പാല് നിറഞ്ഞ് നിൽക്കുക, കിടാവ് അവിടെ അമ്മ അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. ആ കിടാവിന് ഈ പാല് കൊടുത്തിട്ട് വരാം. പശു അപ്പോൾ പുലിയോട് പറഞ്ഞു. അപ്പോൾ പുലി ചോദിച്ചു, നിനക്ക് പേടിയാവണില്ലേ, നിന്നെ ഞാനിപ്പോൾ കൊല്ലും. എനിക്ക് കൊല്ലണേന് പേടിയില്ല, നിങ്ങൾക്ക് മോഹം ഉണ്ടെങ്കിൽ എൻ്റെ മാംസം തിന്നോളൂ, പക്ഷേ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ വരാം, എൻ്റെ കുഞ്ഞിന് പാല് കൊടുത്തിട്ട്. അത് വിശന്ന്, നിങ്ങളുടെ വിശപ്പ് എനിക്ക് മനസ്സിലാവുന്നത് പോലെ ആ കുഞ്ഞിൻ്റെ വിശപ്പ് നമുക്ക് മനസ്സിലാവണ്ടേ, ആ കുഞ്ഞിന് പാല് കൊടുത്തിട്ട് ഞാൻ വരാം. പുലി ചിരിച്ചു. നീ അല്ലേ ഇനി പാല് കൊടുത്തിട്ട് തിരിച്ചു വരാൻ പോണത്, സത്യമായിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് പശു ശാന്തമായിട്ട് പോയി. ഈ പുലി അത് സമ്മതിച്ചു. കാരണം അവളുടെ ഈ നേരെ വാ എന്നുള്ളതായ ആ സമ്പ്രദായം കണ്ടപ്പോൾ ആ പുലി സമ്മതിച്ചു. അവൾ പോയാൽ പോട്ടെ, വേറെ ഏതെങ്കിലും ജന്തു കിട്ടുമെന്ന് വിചാരിച്ച് കുറച്ച് ക്ഷമ പുലിയും കാണിച്ചു. ഇവൾ പോയി അമ്മ അമ്മ എന്ന് വിളി കേട്ട് പോയിട്ട് കുഞ്ഞിനെ പാല് കൊടുത്തു, നക്കി കൊടുത്തു. അപ്പം ആ കുഞ്ഞ് അതിൻ്റെ കുഞ്ഞു മുഖം അമ്മയുടെ മുഖത്തോട് ചേർത്തിട്ട്, അമ്മ എങ്ങും പോവല്ലേ, അമ്മ എവിടേക്കെങ്കിലും പോയാൽ എനിക്ക് ആരുണ്ട് പാല് തരാൻ, ആരുണ്ട് എന്നെ നക്കാൻ, അമ്മ പോവരുതേന്നും പറഞ്ഞ് കരഞ്ഞു. അപ്പം ആ അമ്മ എന്താ പറഞ്ഞെന്നറിയാമോ? പുണ്യകോടി, മോനെ ഇതാണ് നിനക്ക് കിട്ടുന്ന അവസാനത്തെ പാല്, ഇതാണ് നിനക്ക് കിട്ടുന്ന അവസാനത്തെ നക്കല്. അമ്മ പുലി പിടിച്ചേക്കുകയാണ്, പുലിയിടയ്ക്ക് ഞാൻ വരാമെന്ന് സത്യം ചെയ്തിട്ടുണ്ട്, ഞാൻ പോവുകയാണ്. മറ്റുള്ള പൈക്കളോട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെ ഈ കുഞ്ഞിനെയും കൂടി ഒന്ന് നോക്കിക്കോളണേ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ ഇതിനും കൂടി കുറച്ച് പാല് കൊടുക്കണേ, ഇത് മുൻപിൽ വന്നാൽ കുത്തരുത്, പുറകിൽ വന്നാൽ ചവിട്ടരുത് കേട്ടോ, നിങ്ങൾ നോക്കിക്കോളണം എന്നും പറഞ്ഞ് അവൾ തിരിച്ച് നേരെ ഏത് സന്തോഷത്തോടു കൂടി ഇങ്ങോട്ട് വന്നോ അതേ സന്തോഷത്തോടു കൂടി തിരിച്ചു പോയി പുലിയുടെ മാടത്തിൽ പോയിട്ട് മാന്ന് നിലവിളിച്ചു. ആ നിലവിളിച്ച സമയത്ത് പുലി വേഗം എന്ത് ചെയ്തു, നീ വന്നോ, നിനക്ക് ഈ ധൈര്യം എവിടുന്ന് കിട്ടി, നീ ചാവാൻ റെഡിയായിട്ട്? അതെ, ചാവാൻ തയ്യാറായിട്ട്. കുഞ്ഞിൻ്റെ വിശപ്പ് മാറി, കുഞ്ഞിനെ നോക്കിക്കൊള്ളാൻ ആളെ ഏർപ്പാട് ചെയ്തു, ഇനി ഇതേ എൻ്റെ ശരീരം എടുത്തോളൂ, ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. പുലിക്ക് ഭക്ഷിക്കാൻ തോന്നിയില്ല. നിനക്ക് ഇതെങ്ങനെ ഈ ധൈര്യം ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ പശു എന്തു പറഞ്ഞു എന്നറിയാമോ? ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ അഷ്ടാവക്ര മുനി ഒരിക്കൽ കയറി ചെന്നപ്പോൾ ജനക മഹാരാജാവ് ചോദിച്ചു, എനിക്ക് മുക്തി കിട്ടണേ, മോക്ഷം കിട്ടണേ, നമ്മളൊക്കെ ചോദിക്കണത് തന്നെയാണ് ജനക മഹാരാജാവ് ചോദിച്ചത്. അപ്പോൾ അഷ്ടാവക്ര ഗീത എന്നാണ് അതിൻ്റെ പേര്. അഷ്ടാവക്ര ഗീതയിൽ ചോദിച്ചപ്പോൾ അഷ്ടാവക്ര മുനി പറഞ്ഞ മറുപടി, മുക്തിമിച്ഛസി ചേത്താത വിഷയാൻ വിഷവത്യജ ക്ഷമ ആർജവദയാതോഷ സത്യം പീയൂഷവദ്ഭജ. ഇത് ഞാൻ കേട്ടു. പുണ്യകൂടി പറയുക, അപ്പോൾ നിനക്ക് മോക്ഷം കിട്ടണോ, ആദ്യം തന്നെ വിഷയവാസനകളെ കളയുക. എന്തെല്ലാം വേണമെന്ന് ആഗ്രഹം തോന്നണോ അതെല്ലാം വേണ്ട വയ്ക്കുക. വേണ്ട വെച്ചാൽ എന്താ ഉണ്ടാവുക നോക്കുക. ക്ഷമ, ആർജവം, നേരെ വാ നേരെ പോ, ദയ, സന്തോഷം, സത്യം. ക്ഷമയോടുകൂടി ആ പുലി പറയണതൊക്കെ അവൾ കേട്ടു. നേരെ വാ നേരെ പോ, എൻ്റെ കുഞ്ഞിന് പാല് കൊടുത്തിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. നേരെ വന്നേ. ദയ, ആ പുലിയുടെ വിശപ്പിൽ ഇവൾക്ക് എന്തോ ഒരു ദയവ തോന്നിയത്. പാവം പുലി, എത്ര കാലമായി പശുമാംസം തിന്നിട്ട്, കൊടുത്തു സന്തോഷമായിട്ട്. എന്നിട്ടോ സത്യം, സത്യമായിട്ടും അവൾ വന്നു.
പുലി പിടിച്ചില്ല. പുലിക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു എന്നറേ. മേലൊക്കെ വിയർത്തു, ഉടനെ തന്നെ കൊഴഞ്ഞു വീണു, പുലി ചത്തു. ഇത് നോക്കി പുണ്യകോടി, ഓഹോ പാവം ചത്തുപോയി, സന്തോഷമായിട്ട് തിരിച്ചു പോയി അവൾ. ഇതാണ് പുണ്യകോടിയുടെ കഥ. സമയം 3 മിനിറ്റ് 4 മിനിറ്റ് ഇപ്പം തന്നെ വൈകി കഴിഞ്ഞു. അപ്പം എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇതേ ഉള്ളൂ. നിങ്ങൾക്ക് മുക്തി കിട്ടണോ, മോക്ഷം കിട്ടണോ, ആദ്യം തന്നെ പരമപ്രേമരൂപയായ ഭക്തിയെ ഉള്ളിലേക്ക് കടത്താൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ മറ്റേ ഭക്തിയൊക്കെ പോയിക്കോളും. അത് കഴിഞ്ഞാൽ ഈ പരമപ്രേമരൂപയായ ഭക്തി മൂത്ത് ജ്ഞാനമായിക്കോളും. ജ്ഞാനം മൂത്ത് വൈരാഗ്യം വന്നോളും. വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ മോക്ഷപ്രാപ്തിയായി. ഭഗവാനെ, ഞാൻ വലിയൊരു എരപ്പാളി ഭക്തിയാവാൻ പോവാണ് കേട്ടോ. ഞാൻ ഭഗവാനോട് ഇരക്കുകയാണ്. ഭഗവാനെ, എല്ലാവർക്കും പരമപ്രേമരൂപമായ ഭക്തി ഉണ്ടാവണേ, എല്ലാവരുടെ ഉള്ളിലും ജ്ഞാനം ഉണ്ടാകണമേ, എല്ലാവർക്കും വൈരാഗ്യം ഉണ്ടാവണമേ, എല്ലാവർക്കും മോക്ഷം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്.